ഗുഡ് മോർണിംഗ്. ഇന്നലെ നമുക്ക് ക്ലാസ് എടുക്കാൻ സാധിച്ചിട്ടില്ല. ഇന്നലെ പവർ ഫെയിലിയർ കാരണം ക്ലാസ് റെക്കോർഡിങ് ഒന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്നലെ രാത്രി പിന്നെ വീഡിയോ ഇടണ്ടെന്ന് വെച്ചിട്ടാണ് ഈ വീഡിയോ നമ്മൾ ഇന്നിടുന്നത്. ഇന്ന് 2 വീഡിയോ ഉണ്ടാവും MMTയുടെ. അപ്പോൾ 2 വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യണം, വാച്ച് ചെയ്യണം, കാര്യങ്ങൾ നോട്ട് എഴുതണം, കംപ്ലീറ്റ് ആക്കണം. ഓക്കെ. സോ മെറ്റലർജി ആൻഡ് മെഷീൻ ടൂൾസിലെ 3rd മൊഡ്യൂളിൽ ഡ്രില്ലിംഗ് എന്ന് പറയുന്ന സെഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഡ്രില്ലിങ്ങിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡ്രില്ലിംഗ് മെഷീൻ പഠിച്ചു. ഡിഫറെൻറ്റ് ഡ്രില്ലിംഗ് മെഷീനിൽ ചെയ്യുന്ന ഡിഫറെൻറ്റ് ഓപ്പറേഷൻസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഡ്രില്ലിംഗ് മെഷീനിൽ ഉപയോഗിക്കുന്ന വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ്, ടൂൾ ഹോൾഡിംഗ് ഡിവൈസസ്, ഇവ ഏതെല്ലാമാണെന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഡ്രില്ലിങ്ങിനെ സംബന്ധിച്ചിടത്തോളം കട്ടിംഗ് സ്പീഡ്, കട്ട് ഫീഡ്, ഡെപ്ത് ഓഫ് കട്ട് എന്താണ്, അതുപോലെ ഒരു ഡ്രില്ലിംഗ് മെഷീൻ എങ്ങനെ അതിൻ്റെ സ്പെസിഫിക്കേഷൻ എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് ഈ ഒരു ഡ്രില്ലിംഗ് എന്ന് പറയുന്ന പോർഷനിൽ അവസാനം ഡിസ്കസ് ചെയ്യാനുള്ളത് ഡ്രില്ലിനെ കുറിച്ചിട്ടാണ്. അല്ലെങ്കിൽ ഇവിടെ യൂസ് ചെയ്യുന്ന ഡ്രിൽ ബിറ്റുകളെ കുറിച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമുക്ക് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, ഏതെല്ലാം ടൈപ്പ് ഡ്രില്ലുകളുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡ്രിൽസ്. അതിനുശേഷം നമുക്ക് പർട്ടിക്കുലർലി ട്വിസ്റ്റ് ഡ്രില്ലിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പോൾ ഏതൊക്കെ ടൈപ്പ് ഡ്രില്ലാണെന്ന് ആദ്യം നോക്കാം. ഫ്ലാറ്റ് ഓർ സ്പെയ്ഡ് ഡ്രില്ല്, ഫ്ലാറ്റ് ഓർ സ്പെയ്ഡ് ഡ്രിൽ, ഫ്ലാറ്റ് ഓർ സ്പെയ്ഡ് ഡ്രിൽ, സ്ട്രൈറ്റ് ഫ്രൂട്ടഡ് ഡ്രില്ല്, ട്വിസ്റ്റ് ഡ്രില്ല്. ട്വിസ്റ്റ് ഡ്രില്ല് തന്നെ 2 ടൈപ്പ്, പാരലൽ ഷാങ്ക്, ടേപ്പർ ഷാങ്ക്. പിന്നെ ടേപ്പർ ഷാങ്ക് കോർ ഡ്രിൽസ്, ഓയിൽ ട്യൂബ് ഡ്രില്ല്, സെൻട്രൽ ഡ്രില്ല്. പേരുകൾ ഓർത്തിരിക്കുക. ദെൻ എന്താണ് ഫ്ലാറ്റ് അല്ലെങ്കിൽ ഫ്ലാറ്റ് ഓർ സ്പൈഡ് ഡ്രില്ല്. ഫ്ലാറ്റ് ഓർ സ്പൈഡ് ഡ്രില്ല് ഏകദേശം ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ ഒരു കട്ടിങ് എഡ്ജ് ഉണ്ടായിരിക്കുക. ഇത് അതിൻ്റെ ബോഡി പോർഷൻ, ഇവിടെ ഷാങ്ക്, പിന്നെ ഇവിടെ ഷാങ്ക് ഒക്കെ ഉണ്ടാവും. ഓക്കെ, വേറെ കാര്യം. അപ്പോൾ ഈ ഒരു ഭാഗമാണ് നമ്മുടെ കട്ടിങ് എഡ്ജ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു കട്ടിങ് എഡ്ജ് എൻഡിൽ മാത്രമാണ് ഇങ്ങനെ ഒരു എൻഡ് കട്ടിങ് എഡ്ജ്, ഇത്ര ഒരു കട്ടിങ് എഡ്ജ് മാത്രമാണ് എന്ത് ചെയ്യാം, ഇങ്ങനൊരു കട്ടിങ് എഡ്ജ് ഫോം ചെയ്തിരിക്കുക. അതാണ് ഫ്ലാറ്റ് ഓർ സ്പൈഡ് ഡ്രില്ല്. ഇത് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത് വുഡ്, അതുപോലെ നമ്മുടെ ബ്രാസ് തുടങ്ങിയിട്ടുള്ള സോഫ്റ്റ് മെറ്റീരിയൽസിന് ഡ്രില്ലിങ്ങിന് വേണ്ടിയിട്ടാണ് ഫ്ലാറ്റ് ഓർ സ്പൈഡ് ഡ്രില്ല് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ നെക്സ്റ്റ് വൺ എന്താണ്, സ്ട്രൈറ്റ് ഫ്ലൂട്ടഡ് ഡ്രില്ല്. സ്ട്രൈറ്റ് ഫ്ലൂട്ടഡ് ഡ്രില്ല് നമ്മൾ ഡ്രില്ലിൻ്റെ പ്രത്യേകത, അതിൻ്റെ ഫിഗർ വരയ്ക്കുകയാണെങ്കിൽ, കട്ടിങ് എഡ്ജ് വരയ്ക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു കട്ടിങ് എഡ്ജ് കൊടുത്ത് ഓക്കെ, ഇതാണ് കട്ടിങ് എഡ്ജ് വരുന്നത്. ഇവിടെ എന്തുണ്ട്, ഒരു ഫ്ലൂട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു ഫ്ലൂട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒന്നോ അല്ലെങ്കിൽ 1-2 ഫ്ലൂട്ടുകൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ സ്ട്രൈറ്റ് ഫ്ലൂട്ടഡ് ഡ്രില്ലിൽ കട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഫ്ലൂട്ട് എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂവ് അതിൻ്റെ ബോഡിയിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടാവും. ആ ഗ്രൂവിൻ്റെ എൻഡിലാണ് നമ്മൾ കട്ടിങ് എഡ്ജ് എന്ത് ചെയ്യുന്നത്, ഫോം ചെയ്യുന്നത്. പക്ഷെ ആ ഗ്രൂവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഡ്രിൽ ആക്സിസ് നോക്കുക. ഡ്രിൽ ആക്സിസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഇമാജിനറി ആക്സിസ് ഇങ്ങനെ ഉണ്ടെങ്കിൽ, ഈ ഇമാജിനറി ഡ്രിൽ ആക്സിസിൻ്റെ പാരലലായിട്ടാണ് ഈ ഫ്ലൂട്ട് വരുന്നത്, അല്ലെങ്കിൽ ഇതിന് പാരലലായിട്ട് തന്നെയാണ് ഈ ഫ്ലൂട്ട് വരുന്നത്, അല്ലെങ്കിൽ ഈ ഗ്രൂവ് വരുന്നത്. അപ്പോൾ ഈ ഗ്രൂവിൻ്റെ ഈ ആക്സിസുമായിട്ട് അത് കറക്റ്റ് പാരലലായിട്ടാണ് ആ ഫ്ലൂട്ട് ഇതിൽ കട്ട് ചെയ്തിട്ടുള്ളത്, ബോഡിയിൽ കട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് അതിനെ സ്ട്രൈറ്റ് ഫ്ലൂട്ടഡ് ഡ്രില്ല് എന്ന് വിളിക്കുന്നത്. ഈ ഫ്ലാറ്റ് ഓർ സ്പൈഡ് ഡ്രില്ല് അല്ലെങ്കിൽ സ്ട്രൈറ്റ് ഫ്ലൂട്ടഡ് ഡ്രില്ല് രണ്ടിലുള്ള ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കട്ടിങ് ആക്ഷൻ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഡ്രില്ലിങ് നടക്കുന്ന സമയത്ത് മെറ്റീരിയൽ ചിപ്പ് ഫോമിൽ റിമൂവ് ആവുമെന്ന് നിങ്ങൾക്ക് അറിയാം. ആ മെറ്റീരിയൽ നമുക്ക് എന്ത് ചെയ്യണം, ആ ഹോളിൽ നിന്ന് ഡ്യൂറിങ് ഡ്രില്ലിങ് നടക്കുന്നതോടൊപ്പം തന്നെ എന്ത് ചെയ്യണം, റിമൂവ് ആയി വരണം. അല്ലെങ്കിൽ അത് അവിടെ കിടന്നിട്ട് എന്ത് ചെയ്യും, ബ്ലോക്ക് ആവും. അപ്പോൾ കട്ടിങ് ആക്ഷൻ നടക്കില്ല. അപ്പോൾ ആ ഒരു പ്രശ്നം ഡ്യൂറിങ് ഡ്രില്ലിങ് നടക്കുന്ന സമയത്ത് നമ്മുടെ മെറ്റീരിയൽ ആ ഹോളിൽ നിന്ന് റിമൂവ് ആവാനുള്ള ഒരു പ്രോബ്ലം
എന്തുണ്ട്, ഇത്തരം ഡ്രില്ലുകൾ യൂസ് ചെയ്യുന്ന സമയത്തുണ്ട്. അപ്പോൾ ഈ മെറ്റീരിയൽ എന്ത് ചെയ്യും, അവിടെ കട്ടായ മെറ്റീരിയൽ അവിടെ ബ്ലോക്കായി കിടക്കും. അത് പിന്നെ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അടുത്ത ഡ്രില്ലിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുള്ളൂ. അത് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഈ ഫ്ലാറ്റ് ആയാലും ശരി, സ്ട്രൈറ്റ് റൂട്ട് ഡ്രില്ല് ആയാലും ശരി, ഇത് രണ്ടിൻ്റെയും അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആണ്. ഇവ രണ്ടും യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു എന്താണ്, സോഫ്റ്റ് മെറ്റീരിയൽസ് ഡ്രിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതുപോലെ നെക്സ്റ്റ് വണ്ണാണ് ട്വിസ്റ്റ് ഡ്രില്ല്. ട്വിസ്റ്റ് ഡ്രില്ല് ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഡ്രിൽ ബിറ്റ് എന്ന് പറയുന്നത് ട്വിസ്റ്റ് ഡ്രില്ലാണ്. അപ്പോൾ രണ്ട് ടൈപ്പ് ഉണ്ട്, പാരലൽ ഷാങ്ക് ഉണ്ട്, ടേപ്പർ ഷാങ്ക് ഉണ്ട്. ഷാങ്ക് എന്താണെന്ന് നമ്മൾ പറഞ്ഞതാണ്, ഷാങ്ക് ഈസ് ദ പോർഷൻ വിച്ച് ഈസ് ഫിറ്റഡ് ഇൻ ദി ഡ്രില്ലിംഗ് മെഷീൻ. നമ്മൾ ഡ്രില്ലിംഗ് മെഷീനിൽ ഫിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡ്രില്ലിംഗ് മെഷീൻ്റെ സ്പിൻഡിൽ ഗ്രിപ്പ് ചെയ്ത് കിടക്കുന്ന പോർഷനാണ് ഷാങ്ക് എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഷാങ്ക് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ ഷാങ്ക് എന്ന് പറയുന്ന പോർഷന് സ്ട്രൈറ്റ് ആവാം. സ്ട്രൈറ്റ് എന്ന് മീൻസ് പറഞ്ഞാൽ എന്താണ്, ഇതിൻ്റെ ഡയമീറ്റർ എല്ലാ ഭാഗത്തും ഒക്കെ ഇവിടെയും ഇവിടെയൊക്കെ ഡയമീറ്റർ എല്ലാ ഭാഗത്തും ഒരുപോലെയാണ്. അത് ടേപ്പർ ആവാം. ടേപ്പർ ആകുമ്പോൾ നോക്കാം, ടേപ്പർ ആകുമ്പോൾ വ്യത്യാസം എന്താ വെച്ചാൽ അതിൻ്റെ ഷാങ്ക് ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, ഒരു ഭാഗത്ത് ഡയമീറ്റർ കൂടും, ഈ ഭാഗത്ത് വരുമ്പോൾ ഡയമീറ്റർ കുറവ് കിട്ടും. ഓക്കെ, അങ്ങനത്തെ ടേപ്പർ ഷാങ്ക് ഡ്രിൽ ബിറ്റുകളുണ്ട്. നമ്മൾ പാരലൽ ഷാങ്ക് ഉണ്ട്, ടേപ്പർ ഷാങ്ക് ഉണ്ട്. പാരലൽ ഷാങ്ക് ഡ്രിൽ ഹോൾഡ് ചെയ്യാൻ നമ്മൾ ഡ്രിൽ ചക്കുകൾ യൂസ് ചെയ്യും എന്ന് പറഞ്ഞതാണ്. അതുപോലെ ടേപ്പർ ഷാങ്ക് ഡ്രില്ലുകൾ നമ്മുടെ ഡ്രില്ലിംഗ് മെഷീൻ ഹോൾഡ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ആരാണ്, സ്ലീവ് അല്ലെങ്കിൽ സോക്കറ്റ് അല്ലെങ്കിൽ നേരിട്ട് നമ്മുടെ മെഷീൻ സ്പിൻഡിൽ കൊടുക്കാം. ഓക്കെ, 3 വിധത്തിലാണ് നമ്മൾ ടേപ്പർ ഷാങ്ക് ഡ്രിൽ ബിറ്റ് നമുക്ക് മെഷീനിലേക്ക് ഹോൾഡ് ചെയ്ത് നിർത്തുന്നത്. ഇപ്പം ട്വിസ്റ്റ് ഡ്രില്ലിൻ്റെ ഒരു മറ്റ് ഡ്രില്ലുമായിട്ട് നോക്കുമ്പോൾ, ഇവിടെ പറഞ്ഞ 2 ഡ്രില്ലുമായിട്ട് നോക്കുമ്പോൾ ട്വിസ്റ്റ് ഡ്രില്ലിൻ്റെ പ്രത്യേകത എന്താണ്, ഈ കാണിച്ചിരിക്കുന്നതും അതൊക്കെ എന്താണ് ട്വിസ്റ്റ് ഡ്രില്ലിൻ്റെ ഫിഗറാണ്. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഗ്രൂവ്സ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണാം നിങ്ങൾക്ക് ഗ്രൂവ്സ് കട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഗ്രൂവ്സിൻ്റെ ഒരു പ്രത്യേകത നോക്കിക്കേ, ഇത് സ്ട്രൈറ്റ് ഗ്രൂവ്സ് അല്ല. ഇപ്പോൾ ഇവിടെ നമുക്ക് ഡ്രില്ലിൻ്റെ ആക്സിസ് എന്ന് പറയുന്ന ഇതാണെങ്കിൽ ഈ ആക്സിസിന് പാരലൽ ആയിട്ടൊന്നുമല്ല ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ ഗ്രൂവ് ഇതിൽ കട്ട് ചെയ്തിട്ടുള്ളത്. പകരം ഒരു പർട്ടിക്കുലർ ഷേപ്പാണ്. ഈ ഷേപ്പിന് നമുക്കറിയാം പർട്ടിക്കുലർ ജോമെട്രിയാണ്. ഈ ജോമെട്രിക്ക് നമുക്കറിയാം ഇതെന്താണ്, ഇതൊരു ഹെലിക്കൽ ഗ്രൂവ് ആണ്. എന്താണ്, ഒരു ഹെലിക്കൽ ഗ്രൂവ് ആണ്. ഹെലിക്കൽ ഗ്രൂവ് ആണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, കട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ട്വിസ്റ്റ് ഡ്രില്ലിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇതുപോലത്തെ 2 ഹെലിക്കൽ ഗ്രൂവുകൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, കട്ട് ചെയ്തിട്ടുണ്ടാവും. 2 ഹെലിക്കൽ ഗ്രൂവുകൾ കട്ട് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ട്വിസ്റ്റ് ഡ്രില്ലിന് 2 കട്ടിങ് എഡ്ജസ് എൻഡിൽ ഉണ്ടായിരിക്കും. ഇതാണ് കട്ടിങ് എഡ്ജസ്. അപ്പോൾ ഈ ഹെലിക്കൽ ഗ്രൂവിൻ്റെ ഈ എൻഡ് ഭാഗമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കട്ടിങ് എഡ്ജായിട്ട് യൂസ് ചെയ്യുന്നത്. അവിടെയാണ് ഗ്രൈൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ 2 ഹെലിക്കൽ ഗ്രൂവ്സ് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഹെലിക്കൽ ഗ്രൂവ്സ് അല്ലെങ്കിൽ ആ ഗ്രൂവ്സിന് നമ്മൾ അല്ലെങ്കിൽ വിളിക്കുന്ന മറ്റൊരു പേരെന്താണ്, ഫ്ലൂട്ട് എന്നാണ്. അപ്പോൾ 2 ഫ്ലൂട്ടുകൾ കട്ട് ചെയ്തിട്ടുണ്ട്. ആ ഫ്ലൂട്ടിൻ്റെ പ്രത്യേകത എന്താണ്, 2 ഹെലിക്കൽ ഫ്ലൂട്ടുകളാണ്. അപ്പോൾ അത് 2 ടൈപ്പ് ഉണ്ട്, പാരലൽ ഷാങ്ക്, ടേപ്പർ ഷാങ്ക്. ഇനി ഇവിടെ പറഞ്ഞൊരു മേജർ ഡിസഡ്വാൻറ്റേജ് എന്തായിരുന്നു, കട്ടിങ് ആക്ഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് ഹോളിൽ മെറ്റീരിയൽ റിമൂവ് ആവും. ആ മെറ്റീരിയൽ എന്ത് ചെയ്യണം, അതിവിടെ കടന്ന് ബ്ലോക്ക് ആവും. അത് എടുത്തു കളഞ്ഞിട്ട് വേണം വീണ്ടും ഡ്രില്ല് ചെയ്യാൻ. എന്നാലും നമുക്ക് ഈ പറയുന്ന ട്വിസ്റ്റ് ഡ്രില്ല് ഡ്യൂറിങ് കട്ടിങ് നടക്കുന്ന സമയത്ത് തന്നെ, ഇപ്പോൾ ഇവിടെ കട്ടിങ് ഈ ഭാഗം കട്ടിങ് അടിച്ച് ഇവിടുന്ന് മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ റിമൂവ് ആവുന്ന മെറ്റീരിയൽ എന്ത് ചെയ്യും, ഈ കാണുന്ന ഗ്രൂവിലൂടെ കയറിയിട്ട് എന്ത് ചെയ്യും, അത് പുറത്തേക്ക് ഈ ഹോളിൻ്റെ പുറത്തേക്ക് വരും. അങ്ങനെ മെറ്റീരിയൽ റിമൂവൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ അത് ബ്ലോക്കായി കിടക്കുന്നില്ല. മെറ്റീരിയൽ റിമൂവൽ ഈസി ആയിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് പറയാനുള്ള ട്വിസ്റ്റ് ഡ്രില്ലിൻ്റെ ഒരു മേജർ ആയിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് മറ്റ് 2 സംബന്ധിച്ചിടത്തോളം. പിന്നുള്ളത് ടേപ്പർ ഷാങ്ക് കോഡ് ഡ്രിൽസ് ആണ്. കോഡ് ഡ്രിൽസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഷാങ്ക് എന്താണ്, ടേപ്പർ ഷാങ്കുകളാണ്. ഒരിക്കലും എന്ത് ചെയ്യാറില്ല, സ്ട്രൈറ്റ് ഷാങ്ക് കോർ ഡ്രില്ലുകൾ വരാറില്ല. അതുകൊണ്ടാണ് അതിന് ടേപ്പർ ഷാങ്ക് കോർ ഡ്രിൽ എന്ന പേര് തന്നെ വരുന്നത്. ഈ കോർ ഡ്രില്ലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവ ഒരിക്കലും ഒരു ഹോളിന് എന്ത് ചെയ്യില്ല, ജനറേറ്റ് ചെയ്യില്ല. ഒരു ഹോളിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല അത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഹോളിൽ ആൾറെഡി ഡ്രിൽ ചെയ്ത് വെച്ച ഹോളിലോ പഞ്ച് ചെയ്ത് വെച്ച ഹോളിലോ നമുക്ക് എന്തെങ്കിലും ഫർദർ ആയിട്ട് ചെറിയ രീതിയിൽ മെറ്റീരിയൽ റിമൂവൽ നടത്തണം. അപ്പോൾ അങ്ങനത്തെ കേസിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കോർ ഡ്രില്ലുകൾ യൂസ് ചെയ്യുന്നത്. ഇത് ചിലപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, റീമർ എന്ന് പറയുന്നൊരു ടൂളിനെ പറിച്ചിട്ട്, അല്ലെങ്കിൽ റീമിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ റീമിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണ്, ആൾറെഡി ഡ്രില്ല് ചെയ്ത് വെച്ച ഹോളിനെ
ഫർദർ ആക്യുറേറ്റ് ആയിട്ട് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റീമിങ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ റീമിങ് തന്നെ കുറേ ടൈപ്പ് റീമിങ് ഉണ്ട്. റഫ് റീമിങ് ചെയ്യാം, ഫൈൻ റീമിങ് ചെയ്യാം, മെറ്റീരിയൽ റിമൂവൽ അനുസരിച്ച്. അപ്പോൾ ഒരു റഫ് റീമറൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഈ ടാപ്പർ ഷാങ്ക് കോർ ഡ്രില്ലുകൾ യൂസ് ചെയ്യാറുണ്ട്. ഓർത്തിരിക്കുക, ഇതൊരിക്കലും എന്ത് ചെയ്യില്ല, ഹോളിനെ ജനറേറ്റ് ചെയ്യില്ല, ഒരു ഹോള് പ്രൊഡ്യൂസ് ചെയ്യാനല്ല, ഓൾറെഡി ഡ്രിൽഡ് ആയ ഹോളിനെ മെറ്റീരിയൽ റിമൂവലിന് വേണ്ടിയിട്ടാണ് ടാപ്പർ ഷാങ്ക് കോർ ഡ്രില്ലുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ എന്താണ്, ഓയിൽ ട്യൂബ് ഡ്രില്ല്. ഓയിൽ ട്യൂബ് ഡ്രില്ലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ടിസ്റ്റ് ഡ്രില്ലിന് ഒരു അഡ്വാൻറ്റേജും കൂടി ഉണ്ട്, അത് ഞാൻ പറയാൻ വിട്ടുപോയി. ടിസ്റ്റ് ഡ്രില്ലിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഡ്യൂറിങ് കട്ടിങ് ആക്ഷൻ നടക്കുന്ന സമയത്ത് നമുക്കറിയാം ഈ ഭാഗം അല്ലേ, കട്ടിങ് എഡ്ജസ് അല്ലെങ്കിൽ ഈ സർഫസസ് ഒക്കെ എന്താണ്, മെറ്റീരിയലുമായി കോണ്ടാക്ട് വന്ന് ഫ്രിക്ഷൻ ഉണ്ടാവും, അവിടെ ഹീറ്റ് ജനറേഷൻ ഉണ്ടാവും. അപ്പോൾ ഹീറ്റ് ജനറേഷൻ വന്നാൽ കട്ടിങ് എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് നടക്കില്ല, നിങ്ങൾക്കറിയാം. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കട്ടിങ് ഈസി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കട്ടിങ് ഫ്ലൂയിഡുകളെ സപ്ലൈ ചെയ്യാറുണ്ട് കട്ടിങ് ടൈമിൽ. അപ്പോൾ അങ്ങനത്തെ കട്ടിങ് ഫ്ലൂയിഡിനെ സപ്ലൈ ചെയ്യാൻ നമുക്ക് എന്താണ്, ഈ കട്ടിങ് എഡ്ജസിലേക്ക് സപ്ലൈ ചെയ്യാൻ വളരെ ഈസിയാണ്. ബിക്കോസ് ഈ കാണുന്ന ഫ്ലൂട്ടിലൂടെ എന്ത് ചെയ്യും, അത് താഴേക്ക് ഇറങ്ങി ഈ കട്ടിങ് എഡ്ജസിലേക്ക് എത്തും. അപ്പോൾ കട്ടിങ് ഫ്ലൂയിഡ്സിന് ഇതിലേക്ക് കട്ടിങ് എഡ്ജസിലേക്ക് സപ്ലൈ ചെയ്യാൻ എന്താണ്, ട്വിസ്റ്റ് ഡ്രില്ലിൽ ഈസിയാണ്. എന്നാൽ അത് ഈ സ്ട്രൈറ്റ് ഫ്ലൂട്ട് ഡ്രില്ലോ ഫ്ലാറ്റോ സ്പേഡ് ഡ്രില്ലോ അതെന്തല്ല, അത് പോസിബിൾ അല്ല. ദെൻ ഓയിൽ ട്യൂബ് ഡ്രില്ല്. എന്താണ് ഓയിൽ ട്യൂബ് ഡ്രില്ല്? ഓയിൽ ട്യൂബ് ഡ്രില്ലിൻ്റെ പ്രത്യേകത, ഒരു ടെസ്റ്റ് ഡ്രില്ല് തന്നെയാണെന്ന് വിചാരിക്കുക, ടെസ്റ്റ് ഡ്രില്ല് തന്നെയാണ് ഓയിൽ ട്യൂബ് ഡ്രില്ല്. പക്ഷേ അവ യൂസ് ചെയ്യുന്നത് കൂടുതൽ ഡെപ്തിലുള്ള ഹോൾസ് ഡ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അന്നേരം ഈ കട്ടിങ് എഡ്ജസിലേക്ക് പ്രോപ്പറായിട്ട് കട്ടിങ് ഫ്ലൂയിഡിനെ എത്തിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടെ ഈ നമ്മുടെ ഹെലിക്കൽ ഗ്രൂവ്സ് വഴി അത് എന്താവില്ല, അത് പോസിബിൾ ആവില്ല, പ്രോപ്പറായിട്ട് എത്തണമെന്ന് അത് പോസിബിൾ ആവില്ല. ബിക്കോസ് എന്താണ്, ഇതിൻ്റെ ഡെപ്ത്, ഹോളിൻ്റെ ഡെപ്ത് കൂടുന്തോറും അത് പോസിബിൾ ആവണമെന്നില്ല. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓയിൽ ട്യൂബ് ഡ്രില്ലുകൾ ഉപയോഗിക്കും. ഓയിൽ ട്യൂബ് ഡ്രില്ലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ കാണുന്ന ഹെലിക്കൽ ഗ്രൂവ്സിൻ്റെ ഉള്ളിൽ, ഇപ്പോൾ ഇവിടെ 2 ഹെലിക്കൽ ഗ്രൂവ്സ് ഉണ്ട്, ഇതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു ഹോള് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ, ഈ ബോഡീൻ്റെ ഉള്ളിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതേപോലെ ഇപ്പുറത്ത് ഇതേപോലെ ഇങ്ങനെ വന്ന് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, അതിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. 2 ഹോളുകൾ കട്ട് ചെയ്തിട്ടുണ്ടാവും. ആ ഹോള് ഇവിടെ എന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇവിടെ കുറച്ച് വലിയ ഹോൾ ഈ ഷാങ്കിൻ്റെ ഉള്ളിൽ കുറച്ച് വലുതായിട്ടുള്ളൊരു ഹോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് ഇവിടെ ഈ ഹോളിലൂടെ എന്ത് ചെയ്യും, നമ്മൾ ഓയിലിനെ ഡ്രില്ലിംഗ് മെഷീൻ്റെ സ്പിൻഡിലൂടെ തന്നെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അറേഞ്ച്മെൻറ്റിലൂടെ എന്ത് ചെയ്യും, ഓയിലിനെ അല്ലെങ്കിൽ നമ്മളെ കട്ടിങ് ഫ്ലൂയിഡിനെ എന്ത് ചെയ്യും, ഇതിലൂടെ പാസ് ചെയ്യും. അതെന്ത് ചെയ്യും, കറക്റ്റ് ഈ ഹോളിലൂടെ വന്നിട്ട് നമ്മളെ കട്ടിങ് എഡ്ജസിലേക്ക് എത്തും. മറ്റേത് എന്താ, അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ പറയുന്ന ഈ ഗ്രൂവ്സിലൂടെ അത് താഴേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ഈ ഡെപ്ത് കൂടുന്ന സമയത്ത് കഴിയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമാണ്. അപ്പോൾ അത് ഓവർകം ചെയ്യാനാണ് ഓയിൽ ട്യൂബ് ഡ്രില്ലുകൾ നമ്മൾ കൊണ്ടുവന്നത്. ഓയിൽ ട്യൂബ് ഡ്രില്ലായി. ദെൻ സെൻട്രൽ ഡ്രില്ല്. സെൻട്രൽ ഡ്രില്ല് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇവിടെ നമുക്കിപ്പോൾ ഒരു ഷാഫ്റ്റ് നമ്മുടെ ലെയ്ത്തിൽ ടേൺ ചെയ്യാൻ. അപ്പോൾ ഷാഫ്റ്റ് നമ്മളിപ്പോൾ ടേൺ ചെയ്യുന്നത് അതിൻ്റെ ഒരു എൻഡ് നിങ്ങളിപ്പോൾ ചക്കിൽ പിടിപ്പിക്കുകയാണെന്ന് വിചാരിക്കാം, മറ്റേ എൻഡ് കുറച്ച് ലെങ്ത് ഉണ്ട്, അതുകൊണ്ട് ടെയിൽ സ്റ്റോക്ക് വെച്ചിട്ട് സപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിക്കാം. അങ്ങനെ ടെയിൽ സ്റ്റോക്ക് വെച്ച് സപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം, ടെയിൽ സ്റ്റോക്കിൻ്റെ ലെയ്ത്ത് സെൻറ്റർ അല്ലേ, ഡെഡ് സെൻറ്റർ അല്ലേ, ആ ലെയ്ത്ത് സെൻറ്റർ അല്ലെങ്കിൽ ഡെഡ് സെൻറ്റർ വന്നിട്ട് എന്ത് ചെയ്യണം, ഇവിടെ വന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഈ ഡെഡ് സെൻറ്ററിൻ്റെ ഈ പറയുന്ന കോണിക്കൽ പോർഷൻ അല്ലേ, ഈ കാണുന്ന ഒരു കോണിക്കൽ എഡ്ജ് ഉണ്ടല്ലോ, ഈ എഡ്ജ് എന്ത് ചെയ്യണം, ഇതിലേക്ക് കറക്റ്റായിട്ട് ഇറങ്ങി നിൽക്കണം. അപ്പോൾ അത് ഇറങ്ങി നിന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, പ്രോപ്പർ സപ്പോർട്ടിങ് കിട്ടുള്ളൂ. പ്രോപ്പർ സപ്പോർട്ടിങ് കിട്ടി ഈ വർക്ക് പീസിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റൊട്ടേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കോണിക്കൽ എഡ്ജ് നമ്മുടെ വർക്ക് പീസിൽ ഇതുപോലെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യണം. എവിടെ ക്രിയേറ്റ് ചെയ്യണം, സെൻറ്ററിൽ തന്നെ ക്രിയേറ്റ് ചെയ്യണം അല്ലേ, ഈ ഷാഫ്റ്റിൻ്റെ സെൻറ്ററിൽ തന്നെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രിൽ ബിറ്റുകളാണ് എന്ത്, സെൻറ്റർ ഡ്രില്ലുകൾ. അതായത് ഷാഫ്റ്റുകളുടെയൊക്കെ സെൻറ്റർ പോർഷന് മാർക്ക് ചെയ്യുക, സെൻറ്റർ ഹോൾസ് ഡ്രില്ല് ചെയ്യുക, അതാണ് സെൻട്രൽ ഡ്രില്ലിൻ്റെ ഉദ്ദേശം. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡ്രില്ല്. നമുക്ക് കൂടുതലായിട്ട് പഠിക്കാനുള്ളത് ട്വിസ്റ്റ് ഡ്രില്ലിനെ കുറിച്ചിട്ടാണ്. സോ എന്താണ് ട്വിസ്റ്റ് ഡ്രില്ല്? നമ്മൾ പറഞ്ഞു, ഏറ്റവും കൂടുതൽ ഇന്ന് യൂസ് ചെയ്യുന്ന ഡ്രില്ല് അല്ലെങ്കിൽ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രില്ലാണ് എന്ത്, ട്വിസ്റ്റ് ഡ്രില്ല്.
രണ്ട് കട്ടിംഗ് എഡ്ജസ് ആണുള്ളത്. ഇറ്റ് ഹാസ് 2 കട്ടിംഗ് എഡ്ജസ് ആൻഡ് 2 ഹെലിക്കൽ ഗ്രൂവ്സ്. രണ്ട് കട്ടിംഗ് എഡ്ജസ് ആണ്, 2 ഹെലിക്കൽ ഗ്രൂവ്സ് ആണ്. ഹെലിക്കൽ ഗ്രൂവ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ഈ ഹെലിക്കൽ ഗ്രൂവ്സിനെ വിളിക്കുന്ന പേര് തന്നെയാണ് എന്ത്, ഫ്ലൂയിഡ്സ് എന്നുള്ള പറയുന്നത്. അപ്പോൾ ഈ ഫ്ലൂയിഡ്സ് എന്ത് ചെയ്യും, ദേ അഡ്മിറ്റ് കൂളൻസ് ആൻഡ് അലോസ് ദ ചിപ്സ് ടു എസ്കേപ്പ് ഡ്യൂറിങ് ദി എൻഡയർ ഡ്രില്ലിംഗ്. കൂളൻറ്റിനെ കട്ടിംഗ് എഡ്ജസിലേക്ക് എത്തിക്കുക. അതേപോലെ നമ്മുടെ മെറ്റീരിയൽ റിമൂവ് വഴി അല്ലെങ്കിൽ മെറ്റീരിയൽ റിമൂവ് ആകുമ്പോൾ അവിടെ നിന്നുണ്ടാകുന്ന ചിപ്പ്, ആ ചിപ്പിനെ നമ്മുടെ ഹോളിൽ നിന്ന് ഡ്യൂറിങ് ഡ്രില്ലിങ് നടക്കുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യുക, ആ ഹോളിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുക, അതിനെ പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളത് ആരുടെ ഫംഗ്ഷനാണ്, ഈ ഫ്ലൂട്ടിൻ്റെ ഫംഗ്ഷനാണ്. കാരണം കറങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യും, അതിലൂടെ കയറി ആ ഗ്രൂവ്സിലൂടെ കയറിയിട്ട് എന്ത് ചെയ്യും, ഈ ചിപ്പ് പുറത്തേക്ക് വരും. ഓക്കെ, ദെൻ ട്വിസ്റ്റ് ഡ്രില്ലിൻ്റെ അല്ലെങ്കിൽ ട്വിസ്റ്റ് ഡ്രില്ല് അല്ലെങ്കിൽ ഏതൊരു കോമൺ ടൈപ്പ് ഏതൊരു ഡ്രില്ലായാലും ഒരു ഡ്രിൽ ബിറ്റ് എടുത്താലും അതിന് 2 മെയിൻ പാർട്ടാണുള്ളത്. ഒന്ന് ബോഡി, ഒന്ന് ഷാങ്ക്. ഓക്കെ, ഇവിടെ ട്വിസ്റ്റ് ഡ്രില്ലിൻ്റെ ബോഡി എന്ന് പറയുമ്പോൾ അവിടെ വരുന്നത് ആരൊക്കെയാണ്, അതാണ് നമ്മുടെ കട്ടിംഗ് യൂണിറ്റ്. ഓക്കെ, ഈ ബോഡി എന്ന് പറയുന്ന ഭാഗമാണ് നമ്മുടെ കട്ടിംഗ് യൂണിറ്റ്. അതിലെന്തൊക്കെയുണ്ട്, ഫ്ലൂട്ടുകളുണ്ട് അല്ലേ, ആ ഗ്രൂവ്സ് അവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ കട്ടിംഗ് എഡ്ജസ് ഉണ്ട് ആൻഡ് ഡ്രിൽ പോയിന്റ്. നോക്കുക, നമുക്കിപ്പോൾ ഒരു ഡ്രിൽ ബിറ്റ് ട്വിസ്റ്റ് ഡ്രിൽ, ഒരു ട്വിസ്റ്റ് ഡ്രില്ലാണ് ഇവിടെ കാണുന്നത്. വൈ ട്വിസ്റ്റ് എന്നുള്ള പേരുള്ള വരാൻ കാരണം ഇവിടെ നോക്കുക, ഇവിടെ എന്താണ് ഒരു ട്വിസ്റ്റഡ് രൂപത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ ഇതിൽ ഗ്രൂവ് വന്നിട്ടുള്ളത്, സ്ട്രൈറ്റ് അല്ല. അതുകൊണ്ടാണ് അതിന് ട്വിസ്റ്റ് ഡ്രിൽ എന്ന് വിളിക്കാൻ കാരണം. പണ്ട് കാലത്ത് ഇതുപോലെ ട്വിസ്റ്റ് ചെയ്യുക, അതായത് ഒരു ഇതിൽ വെച്ചിട്ട് ട്വിസ്റ്റ് ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള ഗ്രൂവ്സ് എന്ത് ചെയ്തിരുന്നത്, രണ്ട് സപ്പോർട്ട് വെച്ചിട്ട് ഒരു ഭാഗത്തു നിന്ന് എന്ത് ചെയ്യും, ട്വിസ്റ്റ് ചെയ്യും, കറക്കിയിട്ട് ഇതുപോലെ ഗ്രൂവ്സ് ക്രിയേറ്റ് ചെയ്യുകയായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ ചെയ്തിരുന്നത്. ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല, ഇപ്പോൾ നമുക്കത് ഇതേപോലെ ഗ്രൂവ് കട്ട് ചെയ്യാൻ അറേഞ്ച്മെൻറ്റുകൾ വേറെ ഉണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ ട്വിസ്റ്റ് ഡ്രിൽ എന്നുള്ള പേര് വരാനുള്ള കാരണം. ഇനി ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ എന്താണ്, ബോഡി എന്ന് പറയുന്ന ഒരു പോർഷനും ഷാങ്ക് എന്ന് പറയുന്ന പോർഷനാണ് നമുക്ക് മെയിനായിട്ട് ഒരു ഡ്രില്ലിനുണ്ട്. ബോഡി എന്ന് പറയുന്ന പോർഷനും ഷാങ്ക്, ഇതാണ് ഷാങ്ക് എന്ന് പറയുന്നത്. നമുക്കറിയാം ആ ഭാഗമാണ് നമ്മൾ ഡ്രില്ലിംഗ് മെഷീൻ്റെ സ്പിൻഡിൽ നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ഈ ഭാഗം എന്ന് പറയുന്നതാണ് എന്ത്, നമ്മുടെ ബോഡി എന്ന് പറയുന്ന പോർഷനാണ് ഇത്. ഈ കാണുന്നതാണ് നമ്മുടെ ബോഡി. ഓക്കെ, ഈ ബോഡി എന്ന് പറയുന്ന ഈ ഒരു യൂണിറ്റ് ആണ് നമ്മുടെ കട്ടിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത്. കട്ടിംഗ് യൂണിറ്റിൽ എന്തുണ്ട്, ഫ്ലൂട്ട്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇവിടെ 2 ഫ്ലൂട്ടുകളുണ്ട്. ഒരു ഹെലിക്കൽ ഗ്രൂവ് നിങ്ങൾക്ക് ഇങ്ങനെ കാണാം, മറ്റൊരു ഹെലിക്കൽ ഗ്രൂവ് ആണ് എന്ത് ചെയ്യുന്നത്, ഇതുവഴി ഇങ്ങനെ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ 2 ഹെലിക്കൽ ഗ്രൂവുകളുണ്ട്. പിന്നെ 2 കട്ടിംഗ് എഡ്ജസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുന്നത്, ഡ്രിൽ പോയിന്റ് എന്ന് പറയുമ്പോൾ ഇത്രയും ഒരു ഏരിയനെയാണ് നമ്മൾ ഡ്രിൽ പോയിന്റ് എന്ന് വിളിക്കുക. അല്ലെങ്കിൽ ഈ കാണുന്ന ഇത്രയും ഒരു പോർഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡ്രിൽ പോയിന്റ്. ഈ ഡ്രിൽ പോയിന്റിലാണ് കട്ടിംഗ് എഡ്ജ് വരുന്നത്, ആ പുറത്തേക്ക്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ആ ബോഡിയിലുള്ളത്, ഡ്രിൽ പോയിന്റ്, കട്ടിംഗ് എഡ്ജ്, ഫ്ലൂട്ട്. ഇനി ഷാങ്ക് എന്ന് പറയുമ്പോൾ എന്താണ്, ഇസ് ദാറ്റ് പാർട്ട് ഹെൽഡ് ഇൻ ഡ്രില്ലിംഗ് മെഷീൻ ഫോർ ഡ്രൈവിംഗ് ദ ഡ്രില്ല്. നമ്മൾ ഡ്രില്ലിംഗ് മെഷീനിൽ ഹോൾഡ് ചെയ്ത് വെക്കുന്ന പാർട്ടാണ് ഇത് ഷാങ്ക് എന്ന് പറയുന്നത്. അതുവഴിയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഡ്രൈവ് കിട്ടുന്നത്. ഡ്രില്ലിംഗ് മെഷീന് ഡ്രൈവ് നമ്മൾ ഡ്രിൽ ബിറ്റിന് കിട്ടുന്നത് അതുവഴിയാണ്. ഓക്കെ, സോ അതാണ് ട്വിസ്റ്റ് ഡ്രില്ലിനെ കുറിച്ച് നമുക്ക് കോമൺ ആയിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് അതിനെക്കുറിച്ച് ഫർദർ പഠിക്കാനുള്ളത് അതിൻ്റെ നോമൻക്ലേച്ചറാണ്, അല്ലെങ്കിൽ അതിൻ്റെ ജോമെട്രിയാണ്. നമ്മൾ മെറ്റൽ കട്ടിങ്ങിൽ മൊഡ്യൂൾ 2 മെറ്റൽ കട്ടിങ്ങിൽ സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളിൻ്റെ നോമൻക്ലേച്ചർ അല്ലെങ്കിൽ ജോമെട്രി പഠിച്ചിരുന്നു. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് ഡ്രില്ലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സാണ്. അപ്പോൾ ഇവിടുത്തെ ഡ്രിൽ ബിറ്റിനെ കുറിച്ചിട്ടാണ്. അതിൽ തന്നെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ട്വിസ്റ്റ് ഡ്രില്ലിൻ്റെ നോമൻക്ലേച്ചറിനെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. ഏറ്റവും കൂടുതൽ തവണ ഈ ഒരു ഡ്രില്ലിംഗ് എന്ന് പറയുന്ന പോർഷനിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യനാണ് ട്വിസ്റ്റ് ഡ്രില്ലിൻ്റെ നോമൻക്ലേച്ചർ. ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും എന്ത് ചെയ്യാറുണ്ട്, ഇത് കാണാറുണ്ട്. 1-2 വട്ടമൊക്കെ അത് വരാതെ ഇരുന്നിട്ടുള്ളൂ. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണെന്നുള്ളത് ഓർത്തിരിക്കാം. വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് എന്ത് ചെയ്യണം, ഇത് പഠിക്കണം. അപ്പോൾ ട്വിസ്റ്റ് ഡ്രില്ല് നോമൻക്ലേച്ചർ അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ആ ട്വിസ്റ്റ് ഡ്രില്ലിന് എന്തെല്ലാം എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും, കുറേ പാർട്ടുകൾ ഉണ്ടായിരിക്കും, കുറേ വേരിയസ് പോയിൻറ്റ്സുകൾ ഉണ്ടായിരിക്കും. അതുപോലെ അതിൽ വേരിയസ് ആംഗിൾസുകൾ ഉണ്ടായിരിക്കും. ആംഗിൾസ് എന്ന് പറയുമ്പോൾ അല്ലേ, ആംഗിൾസുകൾ ഉണ്ടായിരിക്കും, അത് നിങ്ങൾക്കറിയാം. അതുപോലെ കുറേ ലെങ്ത്തുകൾ ഉണ്ടായിരിക്കും, സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ലെങ്ത്തുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ജോമെട്രിക്കൽ ആയിട്ടുള്ള ആസ്പെക്ട്സുകളെല്ലാം വരുന്നതാണ്
ജോമെട്രിക്കൽ ആസ്പെക്ട്സ് വിത്ത് പിന്നെന്താണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള പാർട്ടുകൾ, ഇതെല്ലാം കൂടി ചേരുന്നതാണ് എന്ത് നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് ഇതിലെ വേരിയസ് പാർട്സ് ഏതെല്ലാമാണ് എന്നുള്ളതാണ്. നോമൻക്ലേച്ചറിൽ രണ്ടെണ്ണം വരാം. ഒന്ന് പാർട്സ്, പിന്നെ അതിന്റെ ജോമെട്രി എന്ന് പറയുമ്പോൾ വേരിയസ് ആംഗിൾസ്, വേരിയസ് ലെങ്സ്, അതാണ് അതിന്റെ ജോമെട്രി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം പാർട്ടുകളെ കുറിച്ചിട്ടാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? ഷാങ്ക് നമുക്കറിയാം. ഇവിടെ നോക്കുക, ഇവിടെ നമുക്കൊരു ട്വിസ്റ്റ് ഡ്രില്ലിന്റെ നോമൻക്ലേച്ചർ കാണിക്കാൻ വേണ്ടി രണ്ട് ഫിഗർ കൊടുത്തിട്ട്, ഇതെന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂവും ഇതെന്ന് പറയുന്നത് അതിൻ്റെ എന്താണ് ഒരു ടോപ്പ് വ്യൂ ആണ്. ഞാൻ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്നില്ല, ഒന്നല്ലെങ്കിൽ ഫ്രണ്ട് വ്യൂ വരയ്ക്കുക. ഫ്രണ്ട് വ്യൂ വരച്ചിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ, ഈ ഫ്ലൂട്ട്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ അടയാളപ്പെടുത്താൻ കഴിയും. കംപ്ലീറ്റ് കാര്യങ്ങൾ, ഇതിലുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ അടയാളപ്പെടുത്തുക. അല്ലെങ്കിൽ ടോപ്പ് വ്യൂ വരയ്ക്കുക. ആ വ്യൂ വരച്ചിട്ട് എന്ത് ചെയ്യാം, ഈ ഫ്രണ്ട് വ്യൂ കാണുന്ന കാര്യങ്ങൾ ഇതിലേക്ക് അടയാളപ്പെടുത്തണം. ഒരു വ്യൂ മതി കേട്ടോ. നമുക്കത് രണ്ട് വ്യൂ ഒന്ന് വരയ്ക്കാനുള്ള ടൈം ഒന്നും എന്ത് ചെയ്യത്തില്ല, നമ്മുടെ എക്സാമിന് കിട്ടില്ല. ഒറ്റ വ്യൂ വരച്ചിട്ട് എന്ത് ചെയ്യുക, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇതിൽ അടയാളപ്പെടുത്തുക. ഇതോടുകൂടി ഫിഗർ കംപ്ലീറ്റ് ആവില്ല, ഓർത്തിരിക്കുക. ഒറ്റ വ്യൂ വരച്ചിട്ട് എന്ത് ചെയ്യുക, ഈ പറയുന്ന കാര്യങ്ങൾ ഇതിൽ അടയാളപ്പെടുത്തുക. എന്നിട്ട് നമ്മൾ നോക്കുക, ഓരോ പാർട്ട് വീതം നോക്കുകയാണ്. ഷാങ്ക് എന്താണെന്ന് നിങ്ങൾക്ക് അറിയുന്നതാണ്. ഇവിടെ കാണാം, ഇത്രയും ലെങ്ത്തിനെയാണ് നമ്മളെന്ന് വിളിക്കുന്നത്. ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ലെങ്ത്തിനെയാണ് ഓവറോൾ ലെങ്ത് എന്ന് പറയുന്നത്. അതിൻ്റെ ഡ്രില്ലിൻ്റെ എക്സ്ട്രീം പോയിന്റ്, രണ്ട് എക്സ്ട്രീം പോയിന്റ്സ് തമ്മിലുള്ള ലെങ്ത് ആണ് ഓവറോൾ ലെങ്ത്. ഈ ഓവറോൾ ലെങ്ത്തിനെ രണ്ടെണ്ണമായിട്ടില്ല, രണ്ട് പാർട്ടായിട്ട് മെയിനായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഷാങ്കും ബോഡിയും. ഷാങ്ക് എന്ന് പറയുന്ന പോർഷനാണ് നമുക്കറിയാം ഡ്രില്ലിംഗ് മെഷീനിൽ ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന പോർഷന്, ഡ്രിൽ സ്പിൻഡിൽ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നത്. അതുവഴിയാണ് നമുക്ക് ഡ്രൈവ് ലഭിക്കുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ടാങ്ക് എന്ന് പറയുമ്പോൾ ഷാങ്കിൻ്റെ എൻഡിൽ നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷാങ്കിൻ്റെ എൻഡിൽ ചെറിയ രീതിയിൽ ഒരു ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള ഒരു പോർഷൻ ഉണ്ട്, ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള ഒരു എൻഡ് ഉണ്ട് അല്ലേ. ഫ്ലാറ്റൻഡ് എൻഡ് ഓഫ് ഷാങ്ക് ആണ് എന്ത്? ടാങ്ക്. ഇവിടെ കാണാം, ഫ്ലാറ്റൻഡ് എൻഡ് ഓഫ് ഷാങ്ക് ആണ് ടാങ്ക് എന്ന് പറയുന്നത്. വിച്ച് ഈസ് ഇൻറ്റൻഡഡ് ടു ഫിറ്റ് ഇൻ ടു എ സ്ലോട്ട് ഇൻ ദ ഡ്രിൽ ഹോൾഡർ. നമ്മളെ ഡ്രിൽ ഹോൾഡർ എന്ന് പറയുമ്പോൾ മേ ബി അത് എന്താവാം, സ്ലീവ് ആവാം, ചക്ക ആവാം, ഡ്രിൽ സ്പിൻഡിലാവാം. ഓക്കെ, അപ്പം അതിൻ്റെ ആ ഹോൾഡറിൻ്റെ ഉള്ളിൽ ഒരു സ്ലോട്ട് ഉണ്ടായിരിക്കും. ആ സ്ലോട്ടിലേക്ക് കറക്റ്റ് കയറി നിൽക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, കറക്റ്റ് കയറി നിൽക്കും ആര്, ഈ പറയുന്ന ടാങ്ക് എന്ന് പറയുന്നത്. എന്തിനാണ് ടാങ്ക് ഇങ്ങനത്തെ ഒരു ഫ്ലാറ്റ് ആൻഡ് എൻഡ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്? നേരിട്ട് ഇതുപോലെ കൊടുക്കാതെ ഒരു ഫ്ലാറ്റ് ആൻഡ് എൻഡ് ഇവിടെ പ്രൊവൈഡ് ചെയ്യാനുള്ള കാരണം എന്താണ്? നമുക്ക് പോസിറ്റീവ് ഡ്രൈവ് കിട്ടണം. ഡ്രിൽ സ്പിൻഡിൽ നിന്ന് വിത്തൗട്ട് അതിൻ്റെ ഇടയിൽ ഫ്രിക്ഷൻ ഒന്നും ഇല്ലാതെ പ്രോപ്പറായിട്ട് അവിടെ നിന്ന് കിട്ടുന്ന പവർ ഡ്രിൽ ബിറ്റിലേക്ക് പ്രോപ്പറായി ഡ്രൈവ് കിട്ടണം, പോസിറ്റീവായിട്ട് കിട്ടണം. അപ്പം അതിന് വേണ്ടിയിട്ട് പ്രോപ്പർ ലോക്കിങ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ഡ്രൈവ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഈ ടാങ്ക് കറസ്പോണ്ടിങ് അതിനൊരു സ്ലോട്ടിൽ ഇറങ്ങി നിന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഒരു പോസിറ്റീവ് ഡ്രൈവ് അവിടെ എൻഷുവർ ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ടാങ്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് കാണാം. പിന്നുള്ളത് എന്താ, നെക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ കാണാം ബോഡി അതുപോലെ ഷാങ്ക്. ഇതിനെ രണ്ടിനെയും വേർതിരിക്കുന്ന, ഈ ഡ്രിൽ ബിറ്റിൽ വേർതിരിക്കുന്ന ഈ ഒരു റെഡ്യൂസ്ഡ് ഏരിയനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് സെക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നെക്ക് എന്ന് പറയുന്നത്. ദ റെഡ്യൂസ്ഡ് പോർഷൻ ബിറ്റ്വീൻ ബോഡി ആൻഡ് ഷാങ്ക്. ബോഡിയും ഷാങ്കും തമ്മിൽ വേർതിരിക്കുന്ന ആ റെഡ്യൂസ്ഡ് പോർഷനാണ്. റെഡ്യൂസ്ഡ് പോർഷൻ എന്ന് പറയാൻ കാരണം എന്താണ്, ഇവിടുത്തെ രണ്ടിൻ്റെയും ഡയമീറ്ററിനെക്കാട്ടും കുറവാണ് ഈ ഏരിയയിലുള്ള നെക്കിൻ്റെ ഡയമീറ്റർ. ഡയമീറ്റർ ആൻഡ് അതർ ഡീറ്റെയിൽസ് ഓഫ് ദ ഡ്രിൽ ആർ എൻഗ്രേവ്ഡ് അറ്റ് ദ നെക്ക്. അപ്പോൾ ഡയമീറ്റർ അതുപോലെ ഈ ഡ്രില്ലിനെ പറ്റി എന്തെങ്കിലും സ്പെസിഫിക്കേഷൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യും, ഈ നെക്കിൽ എന്ത് ചെയ്യാറുണ്ട്, എൻഗ്രേവ് ചെയ്യാറുണ്ട്, അതിൽ മാർക്ക് ചെയ്ത് വെക്കാറുണ്ട്. ഓക്കെ, ദെൻ ഇത് നമ്മളത് എന്താണ്, ഇതും ഈ ട്വിസ്റ്റ് ഡ്രില്ലിന് നോമൻക്ലേച്ചർ കാണിക്കുന്ന ഫിഗറാണ്. ഇതിൽ നിങ്ങൾ ഈ കാണിക്കുന്ന 3 ഫിഗറും വരയ്ക്കണം തന്നെയാണ് പറയുന്നത് കേട്ടോ. ഇത് 3 വരയ്ക്കേണ്ടതായ ഫിഗർ തന്നെയാണ്. ഇപ്പോൾ ഇതിലിപ്പോൾ നിങ്ങളിപ്പോൾ ഇത് ഒഴിവാക്കിയാലും കുഴപ്പമില്ല, പക്ഷേ ഇതിൽ കാണിക്കുന്ന ആംഗിൾ, ലിപ്പ് ക്ലിയറൻസ് ആംഗിൾ അതുപോലെ അതൊക്കെ എന്ത് ചെയ്യണം, ഇവിടെ കാണിക്കാൻ പറ്റണം എന്നുള്ളൂ. നോക്കാം നമുക്കത് എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ നെക്സ്റ്റ് വൺ എന്താണ്, ബോഡിയാണ്. ബോഡി എന്ന് പറയുമ്പോൾ അത് ഫ്ലൂട്ടഡ് പോർഷൻ ഓഫ് എ ഡ്രിൽ, നമ്മൾ ആൾറെഡി പറഞ്ഞതാണ്. ആ ഗ്രൂവുള്ള പോർഷൻ ആണ് എന്ത്,
ബോഡി എന്ന് പറയുന്നത്. അവിടെ കട്ടിങ് എഡ്ജസ് ഉണ്ട്, പോയിന്റ് ഉണ്ട്, തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി എന്താ 5 എന്ന് പറയുന്നത് എന്താണ്? ഫ്ലൂട്ട്സ് നമ്മൾ കണ്ടതാണല്ലേ. ഫ്ലൂട്ട്സ് എന്താണ്? ഇതാ ഈ കാണുന്നതൊക്കെയാണ് എന്ത്? ഫ്ലൂട്ട് അല്ലേ. ഇതൊക്കെയാണ് ഇവിടെ ഒരു ഫ്ലൂട്ട്, അടുത്ത ഫ്ലൂട്ട് ഇതാ ഇതിലൂടെ പോകുന്നത്. 2 ഗ്രൂപ്പുകളുണ്ട് അല്ലെങ്കിൽ 2 ഫ്ലൂട്ടുകളുണ്ട്. ഫ്ലൂട്ടുകൾ എന്താണ്? ദ ഗ്രൂവ്സ് ഇൻ ദ ബോഡി ഓഫ് ദ ഡ്രിൽ ആർ നോൺ ആസ് ഫ്ലൂട്ട്സ്. ഓക്കെ, ബോഡിയിലുള്ള ഗ്രൂവ്സിനെ വിളിക്കുന്ന പേരാണത്. ഫ്ലൂട്ട്സ് ഫോംസ് ദ കട്ടിങ് എഡ്ജസ് ഓൺ ദ പോയിന്റ്. ഈ ഫ്ലൂട്ട്സ് ആണ് എന്ത് ചെയ്യുന്നത്? കട്ടിങ് എഡ്ജസ് എന്ത് ചെയ്യുന്നത്? ഫോം ചെയ്യുന്നത്. കാരണം ഈ ഫ്ലൂട്ട്സിൻ്റെ എൻഡാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ വന്നിട്ട് 2 കട്ടിങ് എഡ്ജസ് ആയിട്ട് നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നത്. ഫ്ലൂട്ട്സ് ആണ് കട്ടിങ് എഡ്ജസ് എന്ത് ചെയ്യുന്നത്? ക്രിയേറ്റ് ചെയ്യുന്നത്. എവിടെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഓൺ ദ പോയിന്റ്. പോയിന്റ് എന്ന് പറയുന്ന റീജിയൻ നമ്മൾ ആൾറെഡി കാണിച്ചിട്ടുണ്ട്. ഈ പോയിന്റ് എന്ന് പറയുന്ന റീജിയനിലാണ് കട്ടിങ് എഡ്ജസ് കിടക്കുന്നത്. ഓക്കെ, ഡ്രിൽ പോയിന്റിലാണ് കട്ടിങ് എഡ്ജ് കിടക്കുന്നത്. അവിടെ ഫ്ലൂട്ട്സിൻ്റെ 2 എൻഡ് ഗ്രൈൻഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫ്ലൂട്ട്സിൻ്റെ എൻഡുകൾ ഗ്രൈൻഡ് ചെയ്തിട്ടാണ് കട്ടിങ് എഡ്ജസ് അവിടെ ഫോം ചെയ്യുന്നത്. അപ്പോൾ അത് ഓർത്തിരിക്കാം. ദെൻ നെക്സ്റ്റ് വൺ എന്താണ്? ഹീൽ എന്ന് പറയുമ്പോൾ ദ എഡ്ജ് ഫോംഡ് ബൈ ദി ഇന്റർസെക്ഷൻ ഓഫ് ദ ഫ്ലൂട്ട് സർഫസ് ആൻഡ് ദി ബോഡി ക്ലിയറൻസ്. ദ എഡ്ജ് ഫോംഡ് ബൈ ദി ഇന്റർസെക്ഷൻ ഓഫ് ദി ഫ്ലൂട്ട് സർഫസ് ആൻഡ് ദി ബോഡി ക്ലിയറൻസ്. ഇപ്പോൾ ഇവിടെ നോക്കാം, 2 സർഫസ് എന്ത് 2 കാര്യങ്ങൾ തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന സമയത്ത്, 2 കാര്യങ്ങൾ തമ്മിൽ 2 ഏരിയാസ് തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ ഒരു എഡ്ജ് ഫോം ചെയ്യുന്നുണ്ട്. ആ എഡ്ജിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഹീല്. ഏതൊക്കെ കാര്യങ്ങൾ തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുമ്പോഴാണ്? ഒന്ന് ഫ്ലൂട്ട് സർഫസ്, മറ്റേത് ബോഡി ക്ലിയറൻസ്. എന്താണ് ഫ്ലൂട്ട് സർഫസ്? എന്താണ് ബോഡി ക്ലിയറൻസ്? ഫ്ലൂട്ട് സർഫസ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ എന്താണ്? ഇതെല്ലാം ഫ്ലൂട്ട് സർഫസ് ആണ്. ഓരോ ഫ്ലൂട്ടിനും അല്ലേ, ആ ഫ്ലൂട്ടിന് എന്തുണ്ട്? സർഫസുകളുണ്ട്. ഈ ഫ്ലൂട്ട് സർഫസും അതുപോലെ തന്നെ ബോഡി ക്ലിയറൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കുക, ഈ ഡ്രില്ലിന്റെ ഇവിടെ നിന്ന് നോക്കുന്ന ഒരു വ്യൂ അല്ലെങ്കിൽ എൻഡ് വ്യൂ ആണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്? ഇങ്ങനെ ഒരു വ്യൂ ഇവിടെ നിങ്ങൾക്ക് കാണാം അല്ലേ. ഇങ്ങനെ നോക്കുമ്പോൾ ഒരു വ്യൂ, ആ വ്യൂ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഡ്രില്ലിനെ നോക്കിക്കേ, ഈ ഭാഗത്ത് ഒരു ഭാഗത്ത് അതിന് ഡയമീറ്റർ കൂടുതലാണ്, ഇങ്ങനൊരു ഡയമീറ്റർ കൂടുതലും, ഉള്ളിലൊരു ഭാഗത്ത് ഒരു എഡ്ജിൽ അതിൻ്റെ ഡയമീറ്റർ എന്താണ്? കുറവുമാണ്. ഓക്കെ, അപ്പോൾ മേജർ ഡയമീറ്റർ എന്ന് പറയുന്നത് ഇതാണ്, ഏറ്റവും വലിയ ഡയമീറ്റർ ആണ്. അല്ലെങ്കിൽ ഇവിടെ വലിയ ഡയമീറ്റർ ഡ്രില്ലിൽ നമുക്ക് 2 ഡയമീറ്റർ കിട്ടും. ഒന്ന് വലുത്, പിന്നെ അതിനെക്കാട്ടും ചെറിയൊരു ഡയമീറ്റർ കിട്ടും. അത് ഈ 2 നമുക്ക് പറഞ്ഞ ഗ്രൂവുകളുണ്ട്. 2 ഗ്രൂവുകളിൽ ലീഡിങ് എഡ്ജസിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഈ ഗ്രൂവിന്റെ ലീഡിങ് എഡ്ജസ്, 2 ഗ്രൂവിന്റെയും ലീഡിങ് എഡ്ജസിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഒരു എക്സ്ട്രാ മെറ്റീരിയൽ അവിടെ വെച്ചിട്ടുണ്ടായിരിക്കും. എക്സ്ട്രാ മെറ്റീരിയൽ നമ്മൾ അവിടെ വെച്ചിട്ടുണ്ടായിരിക്കും. മെറ്റീരിയൽ വെക്കുക മീൻസ് അത് എന്ത് ചെയ്തിട്ടുണ്ടാവില്ല? നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ടാവില്ല. അത് പർട്ടിക്കുലർ ഫോമിൽ ഗ്രൈൻഡ് ചെയ്ത് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഓൾറെഡി അവിടെ വെച്ചിട്ടുള്ളതാണ് ലീഡിങ് എഡ്ജസിൽ കേട്ടോ. അപ്പൊ ആ ലീഡിങ് എഡ്ജസിന്റെ ഇടയിലുള്ള ഡയമീറ്റർ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മെഷർ ചെയ്യാറുള്ളത്. അതാണ് നമ്മുടെ ഡ്രില്ലിന്റെ ഡയമീറ്റർ ആയി എടുക്കാറ്. ഓക്കെ, അതേപോലെ തന്നെ എന്തുണ്ടാവും? ലീഡിങ് എഡ്ജസ് അല്ലാതെ നമ്മുടെ ഡ്രില്ലിൽ എന്തുണ്ടാവും? ട്രailing edges ഉണ്ടായിരിക്കും. ട്രailing edges എന്താണ് ലീഡിംഗ് എഡ്ജ്, എന്താണ് ട്രailing edge എന്ന് വെച്ചാൽ ലീഡിംഗ് എഡ്ജ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? നമ്മുടെ മെറ്റീരിയലുമായിട്ട് ആദ്യം കോണ്ടാക്ട് ആവുന്ന പോർഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ എഡ്ജിലാണ്, അതിലാണ് നമ്മൾ ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ലീഡിംഗ് എഡ്ജസ്, ട്രailing എഡ്ജസ്. അപ്പോൾ അങ്ങനെ ആ ഗ്രൂവിനെ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഗ്രൂവിൻ്റെ ലീഡിംഗ് എഡ്ജസ് ആണ് ഈ കാണുന്നത്. ഇതാ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോകുന്ന ലീഡിംഗ് എഡ്ജ് ആണോ. ഇതിങ്ങനെ വന്നിട്ട് ഇതിൻ്റെ പിന്നിൽ കൂടെ പോകുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു തിക്നെസ് അല്ലേ, ഒരു എക്സ്ട്രാ തിക്നെസ് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ട് കാണാം അല്ലേ. ഓക്കെ, അതേപോലെ ഇതേ ഗ്രൂവിനെ തന്നെ നോക്കൂ, ഇവിടെ ഇപ്പുറത്ത് എന്തുണ്ട്? ഇവിടെ ഈ ഗ്രൂവിൻ്റെ നോക്കിക്കേ, ഇവിടെ ആ എഡ്ജ് കാണുന്നില്ല. ഈ ഗ്രൂവിൻ്റെ ഈ ഭാഗത്ത്, ഇത് രണ്ടാമത്തെ ഗ്രൂവാണ്, ഇതിൻ്റെ ഈ എഡ്ജിൽ അങ്ങനെ കാണുന്നുണ്ടോ? ഇല്ല, കാണുന്നില്ല. ഓക്കെ, ഈ എഡ്ജിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ട്രailing എഡ്ജ്. ഇതിന് നമുക്ക് ഈ ഭാഗത്തിന് ഇങ്ങനെ കൊടുത്തിട്ടുള്ള ഈ ഭാഗത്തിന് നമ്മൾ എന്ത് വിളിക്കും? ലീഡിംഗ് എഡ്ജ് എന്ന് വിളിക്കും. ഇവിടെ ഈ ട്രailing എഡ്ജസ് ഇതേപോലെ ഈ ഫ്ലൂട്ടിന് എന്തുണ്ട്? ഒരു ട്രailing എഡ്ജ് ഉണ്ട്. ഈ ഫ്ലൂട്ടിന് ഒരു ട്രailing എഡ്ജ് ഉണ്ട്. അതുപോലെ മറ്റേ ഫ്ലൂട്ടിന് എന്തുണ്ടാവും? ഒരു ട്രailing എഡ്ജ് ഉണ്ടാവും. അവ തമ്മിലുള്ള ഡയമീറ്റർ നമ്മൾ ഇങ്ങനെ മെഷർ ചെയ്യുമ്പോൾ അത് നമ്മുടെ ഇവിടെ കാണുന്ന 2 ഫ്ലൂട്ടിൻ്റെയും ലീഡിംഗ് എഡ്ജസ് ഉണ്ട്. ഇവയുടെ ഇടയിലുള്ള ഡയമീറ്റർ എന്ന് പറയുന്നത് ഈ ഡയമീറ്ററിനെക്കാട്ടും എന്താണ്? കൂടുതലാണ്.
അപ്പോൾ ഇവിടെ എന്ത് വന്നു, ഈ ബോഡിയിൽ തന്നെ 2 ഡയമീറ്റർ വന്നു. ഓക്കെ, ഈ ഡയമീറ്റർ ആണ് നമ്മുടെ ഡ്രില്ലിന്റെ ഡയമീറ്റർ ആയിട്ട് നമ്മൾ സ്പെസിഫിക്കേഷനിൽ പറയാറ്. എന്നാൽ അതിന് കുറഞ്ഞൊരു ഡയമീറ്റർ ഇവിടെ എന്തുണ്ട്, ഈ ഡ്രിൽ ബിറ്റിൽ കാണുന്നുണ്ട്, എഡ്ജസ് തമ്മിൽ. ആ ഡയമീറ്ററിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബോഡി ക്ലിയറൻസ് ഡയമീറ്റർ. എന്താണ് ബോഡി ക്ലിയറൻസ് ഡയമീറ്റർ? അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വർക്ക് പീസും മെറ്റീരിയലും നമ്മുടെ ഈ കട്ടിംഗ് ടൂളും തമ്മിലുള്ള ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അത് കൊടുത്തിട്ടുള്ള ഒരു ക്ലിയറൻസ് അവിടെ കൊടുക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്, മെറ്റീരിയൽ റിമൂവലൊക്കെ നമുക്ക് ഈസിയാണ്. മെറ്റീരിയൽ ഡ്രില്ലിങ് കട്ടിങ് നടക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, അത് ചിപ്പ് പുറത്തേക്കൊക്കെ വരണമല്ലോ, ഹോളിന്റെ പുറത്തേക്കൊക്കെ വരണമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഈസി ആക്കാനും ഫ്രിക്ഷൻ കുറയ്ക്കാനും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇത്തരത്തിൽ ഈ ഒരു 2 അതിന്റെ ട്രയലിംഗ് എഡ്ജസിൽ ഒരു ഡയമീറ്ററിൽ ഒരു കുറവുണ്ടായിരിക്കും. അതായത് ബോഡിയിൽ 2 ഡയമീറ്റർ ഉണ്ടായിരിക്കും. ഒന്ന് ഡ്രില്ലിന്റെ ഡയമീറ്റർ, മറ്റേത് ബോഡി ക്ലിയറൻസ് ഡയമീറ്റർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ബോഡി ക്ലിയറൻസ് ഡയമീറ്റർ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് ഇവിടെ ഒരു എഡ്ജസ് ഫോം ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്കറിയാം. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ബോഡി ക്ലിയറൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുണ്ട്, ട്രയലിംഗ് എഡ്ജസ് ഇവിടെ ഡ്രില്ലിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതേപോലെ ഇവിടെയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ബോഡി ക്ലിയറൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള സർഫസ് ഉണ്ടല്ലോ, ഇത്തരം സർഫസുകൾ അല്ലെങ്കിൽ ഇത്തരം എഡ്ജസുകൾ, അവയും ഈ ഫ്ലൂട്ട് സർഫസ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ എന്താണ്, ഇതൊക്കെ ഫ്ലൂട്ട് സർഫസ് ആണ്. ഈ ഫ്ലൂട്ട് സർഫസും ബോഡി ക്ലിയറൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഏരിയ അല്ലെങ്കിൽ ബോഡി ക്ലിയറൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഭാഗം, അവ തമ്മിൽ കോണ്ടാക്ട് ചെയ്യുന്ന എൻഡുകളെ വിളിക്കുന്ന അല്ലെങ്കിൽ എഡ്ജസിനെ വിളിക്കുന്ന പേരാണെന്ത്, ഹീൽ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കാം, ഇവിടെ ഈ കാണുന്ന ഭാഗത്തിന് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്, ഹീൽ. കാരണം ഇതാണ് നമ്മുടെ ഫ്ലൂട്ട് സർഫസ്. ഈ ഒരു എഡ്ജാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ബോഡി ക്ലിയറൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഫ്ലൂട്ടിൽ ബോഡി ക്ലിയറൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ആളാണ് ഇയാള്. അപ്പോൾ ഈ ഭാഗത്ത് എന്തുണ്ടാവും, അതും ഈ ഫ്ലൂട്ട് സർഫസും കോണ്ടാക്ട് ചെയ്യുക അല്ലെങ്കിൽ ഇന്റർസെക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന എഡ്ജാണ് ഈ കാണുന്നത്. ഈ എഡ്ജാണ് എന്ത്, ഹീൽ എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അതിങ്ങനെ വന്നിട്ട് ഇവിടെ ഉണ്ടാവും. അതേപോലെ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഹീലിനെ കാണാൻ കഴിയും. ഓക്കെ, ഇതും എന്താണ്, ഹീലാണ്. അപ്പോൾ ഹീൽ ഉണ്ടായിരിക്കും. ആ ഹീലിന്റെ ഇടയിലുള്ള ഡയമീറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും, അതാണ് നമ്മുടെ എന്ത് വരിക, ഈ ബോഡി ക്ലിയറൻസ് ഡയമീറ്റർ എന്ന് പറഞ്ഞിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ഒരാൾ ഇവിടെ പറയാനുള്ളത് ലാൻഡ് അല്ലെങ്കിൽ മാർജിൻ. എന്താണ് ഡെഫിനിഷൻ നോക്കുക. ദ സിലിണ്ടറിക്കൽ ഗ്രൗണ്ട് സർഫസസ് ഓൺ ദ ലീഡിംഗ് എഡ്ജസ് ഓഫ് ദി ഡ്രില്ലിന്റെ ലീഡിംഗ് എഡ്ജസിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള സിലിണ്ടറിക്കൽ സർഫസുകളാണ് എന്ത്, ലാൻഡ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ലീഡിംഗ് എഡ്ജസ് എന്ന് പറയുമ്പോൾ ആ ഒരു ഏരിയ ആണ് നമ്മുടെ ഹോളിന്റെ സർഫസുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവുക, കോണ്ടാക്റ്റിലുള്ള എഡ്ജസ് എന്ന് പറയുന്നത് ലീഡിംഗ് എഡ്ജസ് ആണ് ഉണ്ടാവുക. അപ്പോൾ ലീഡിംഗ് എഡ്ജസിന് എന്തുണ്ടാവും, ഹോളിന്റെ സർഫസുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഏരിയ അല്ലെങ്കിൽ ആ എഡ്ജസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളൊരു പർട്ടിക്കുലർ ഫോമിലാണ് അവ ഗ്രൈൻഡ് ചെയ്തിട്ടുള്ളത്. അതായത് അവിടെ ഒരു എക്സ്ട്രാ ഒരു തിക്നെസ്, ഒരു മെറ്റീരിയൽ തിക്നെസ് നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണെന്ത്, ആ രീതിയിൽ അങ്ങനെ കൊടുക്കുന്നതിന് അല്ലെങ്കിൽ ആ ഏരിയനെ വിളിക്കുന്ന പേരാണെന്ത്, ലാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 2 ലാൻഡുകളുടെ ഇടയിൽ നോക്കുക, ഈ ആക്സിസ് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ 2 ലാൻഡുകളുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എടുത്താൽ ആ ഡിസ്റ്റൻസ് ആണ് നമ്മുടെ എന്ത് വരിക, ഡ്രില്ലിൻ്റെ എന്തായിട്ട് വരുന്നത്, ഡയമീറ്റർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഡ്രില്ലിൻ്റെ ഡയമീറ്റർ ആയിട്ട് വരുന്നത് എങ്ങനെയാണ്, 2 ലാൻഡുകളുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഇവിടെ ഒരു ലാൻഡ് നിങ്ങൾക്ക് കാണാം. അതേപോലെ ഇപ്പുറത്തും എന്തുണ്ടാവും, ഇതുപോലെ ഒരു ലാൻഡ് എന്ത് ചെയ്യുന്നുണ്ടാവും, ഇതുപോലെ ഇവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ 2 ലാൻഡുകളുടെയും ഇടയിലുള്ള ഡയമീറ്റർ ആണ് എന്ത്, ആ ഡയമീറ്റർ ആണ് എന്ത്, നമ്മളെ ഡ്രില്ലിൻ്റെ ഡയമീറ്റർ. അതുപോലെ പക്ഷെ നിങ്ങൾക്കറിയാം ഹീല് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ, എഡ്ജസിൽ ഹീലുകൾ ഉണ്ടായിരിക്കും. ആ ഹീലിൻ്റെ ഇടയിലുള്ള ഡയമീറ്റർ ആണ് എന്ത്, ബോഡി ക്ലിയറൻസ് ഡയമീറ്റർ. അതിൻ്റെ ഇടയിൽ അപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും. ആ ഗ്യാപ്പിനെയാണ് ഡെപ്ത് ഓഫ് ബോഡി ക്ലിയറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലാൻഡ് ഓർ മാർജിൻ
വൈ ലാൻഡ് അല്ലെങ്കിൽ മാർജിൻ നമ്മൾ അങ്ങനെ ഒരു എഡ്ജ്, ഒരു എക്സ്ട്രാ ഒരു തിക്നെസ് ഉള്ള മെറ്റീരിയൽ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ദിസ് ഗേവ്സ് ദ ഡ്രിൽ ഇൻ ദി ഹോൾ. നമ്മൾ പറഞ്ഞു ഈ ലാൻഡ് ഓർ മാർജിൻ എന്ന് പറയുന്ന ഏരിയയിലുള്ള ആ സർഫസ് അല്ലെങ്കിൽ ആ ഒരു എഡ്ജ് എന്ന് പറയുന്നത്, ആ ഗ്രൈൻഡ് ആയിട്ടുള്ള സർഫസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ മെറ്റീരിയൽ ഹോളിന്റെ സർഫസുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് കിടക്കുന്നുണ്ട്. അപ്പൊ കറക്റ്റ് നമുക്കൊരു ഹോള് ഡ്രില്ല് ചെയ്യുന്ന സമയത്ത് അലൈൻമെന്റ് മാറാതെ ഡ്രില്ല് കറക്റ്റ് ഒരു ആ ഹോളിന്റെ പാത്തിലൂടെ പോകണം. അപ്പൊ അതിനെ സഹായിക്കുന്നത് എങ്ങനെയാണ്? ഈ ലാൻഡ് അല്ലെങ്കിൽ മാർജിൻ എന്ന് പറയുന്ന പോർഷനാണ്. ബിക്കോസ് ആ ഏരിയ നമ്മുടെ സർഫസുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കോണ്ടാക്ട് ഉണ്ട്. അപ്പൊ അവിടെ അതുമൂലം ഒരു ഫ്രിക്ഷൻ അവിടെ ഉണ്ടാവും. അപ്പൊ അതുവഴി കറക്റ്റ് ആ ഹോളിൽ തന്നെ എന്ത് ചെയ്യും? ആ ഡയമീറ്ററിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പർട്ടിക്കുലർ അലൈൻമെന്റ് അല്ലെങ്കിൽ ആ പൊസിഷനിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹോളിനെ ഡ്രില്ല് ചെയ്യാൻ സഹായിക്കുന്നത് ആരാണ്? ലാൻഡ് അല്ലെങ്കിൽ മാർജിൻ എന്ന് പറയുന്ന ഈ ഒരു പോർഷനാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്? ഫ്ലാങ്ക്. ഫ്ലാങ്ക് എന്ന് പറയുന്നത് എന്താണ്? ദ സർഫസ് ഓൺ എ ഡ്രിൽ പോയിന്റ് വിച്ച് എക്സ്റ്റെൻഡ്സ് ബിഹൈൻഡ് ദ ലിപ്പ് ടു ദ ഫോളോയിങ് ഫ്ലൂട്ട്. ഓക്കെ, നിങ്ങൾ നോക്കുക, ഇവിടെ ഡ്രിൽ പോയിന്റ് നമ്മൾ ആൾറെഡി പറഞ്ഞതാണ് അല്ലേ? ഈ ഡ്രിൽ പോയിന്റ് എന്ന് പറയുന്നത് ഇത്രയും ഏരിയനെയാണ് നമ്മൾ ഡ്രിൽ പോയിന്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഡ്രിൽ പോയിന്റിൽ നിങ്ങൾക്ക് ഇവിടെ ഒരാളെ കാണാം. കട്ടിങ് എഡ്ജ് അല്ലെങ്കിൽ ഇതിന് നമ്മൾ വിളിക്കുന്ന പേര്, മറ്റൊരു പേരെന്താണ്? ലിപ്പ്. കട്ടിങ് ലിപ്പ് അല്ലെങ്കിൽ കട്ടിങ് എഡ്ജ് എന്നാണ് വിളിക്കുക. ഈ ലിപ്പിനെ ഇവിടെ എന്താ പറയുന്നത്? ഡ്രിൽ പോയിന്റിൽ നിന്ന് ലിപ്പിനെ ബിഹൈൻഡ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്ന, അതിൻ്റെ അല്ലെങ്കിൽ ലിപ്പ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഫ്ലൂട്ടിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ആളാണ് അല്ലെങ്കിൽ സർഫസ് ആണ് എന്ത്? ഫ്ലാങ്ക് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, ഡ്രിൽ പോയിന്റിൽ നമുക്ക് ലിപ്പിനെ കാണാം. ആ ലിപ്പ് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആ കട്ടിങ് എഡ്ജ് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ അവിടെ ഒരു ഫ്ലൂട്ട് വന്നിട്ടുണ്ട് അല്ലേ? ആ ഒരു ഫ്ലൂട്ട് വന്നിട്ടുണ്ടല്ലോ, ഒരു ഗ്രൂവ് വന്നിട്ട് ആ ഗ്രൂവിന്റെ എൻഡിലാണ് നമ്മൾ ഗ്രൈൻഡ് ചെയ്യുന്നത്, കട്ടിങ് എഡ്ജ് ഫോം ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. ആ ഫോം ചെയ്യാൻ അവിടെ ആ ലിപ്പ് ഫോം ചെയ്യാൻ ആവശ്യമായ വന്നിട്ടുള്ള ആ ഫോളോയിങ് ഫ്ലൂട്ടിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന, ലിപ്പിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന ഡ്രിൽ പോയിന്റിലെ പോർഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫ്ലാങ്ക്. ഡ്രിൽ പോയിന്റിലെ പോർഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫ്ലാങ്ക്. ഇവിടെ കാണാം ഡ്രിൽ പോയിന്റ് എന്ന് പറയുന്നത് ഈ ഏരിയയാണ്. അപ്പൊ ഡ്രിൽ പോയിന്റിൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഈ ഡ്രിൽ പോയിന്റിൽ ഈ ഡ്രിൽ ലിപ്പ് അല്ലെങ്കിൽ ഈ കാണുന്ന കട്ടിംഗ് ലിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ ഇവിടെ ഈ ഫ്ലൂട്ടാണ് കാരണമാവുന്നത്. അപ്പൊ അതിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന ഡ്രിൽ പോയിന്റിലുള്ള പോർഷനെ വിളിക്കുന്നത്, ഡ്രിൽ പോയിന്റിൽ കാണുന്ന ഈ സർഫസിനെ വിളിക്കുന്ന പേരാണ് എന്ത് മക്കളെ? ഫ്ലാങ്ക് എന്നുള്ളത്. ഓക്കെ, ഫ്ലാങ്ക്. അപ്പൊ ഈ ഭാഗം ഫ്ലാങ്ക്. നിങ്ങൾക്ക് നമ്മുടെ ആക്ച്വൽ ഫിഗർ നോക്കിയാൽ ഇവിടെ നോക്കിയാൽ ഈ കാണുന്ന പോർഷൻ കണ്ടോ, ഇതാണ് നമ്മുടെ ഡ്രിൽ ലിപ്പുകൾ. ഈ ഡ്രിൽ ലിപ്പിൽ പോയിന്റ് എന്ന് പറയുന്നത് ഇത്രയും പോർഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ പോയിന്റിൽ ഉൾപ്പെടുന്ന ഡ്രിൽ ലിപ്പിൽ ഡ്രിൽ ലിപ്പ്, ഇത് 2 ഡ്രിൽ ലിപ്പുകളുണ്ട്. അപ്പോൾ ഈ ഡ്രിൽ ലിപ്പ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ ആവശ്യമായത് വന്ന ഫ്ലൂട്ട് ഏതാണ്? അത് ഈ ഫ്ലൂട്ടാണ് അല്ലെങ്കിൽ ഈ ഗ്രൂവ് ആണ്. ഈ ഗ്രൂവിലേക്ക് ആ പോയിന്റിൽ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന ഗ്രൂവിലെ ഈ പോർഷൻ അല്ലെങ്കിൽ ഈ ഫ്ലൂട്ടിലെ ഈ പോർഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫ്ലൂട്ടിലെ ഈ പോർഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫ്ലാങ്ക് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതേപോലെ നമുക്ക് എന്തുണ്ട്? വേറൊരാളും കൂടി ഉണ്ട്. അയാളുടെ പേരാണ് സർഫസ്, ഫേസ്. ഫേസ് എന്ന് പറയുന്നത് എന്താണ്? ദ പോർഷൻ ഓഫ് ദ ഫ്ലൂട്ട് സർഫസ്. ഫ്ലൂട്ട് സർഫസിലെ പോർഷനാണ് ഫേസ് എന്ന് പറയുന്നത്. വിച്ച് ഈസ് അഡ്ജസെന്റ് ടു ദ ലിപ്പ് ഓൺ വിച്ച് ദ ചിപ്പ് ഇംപിഞ്ചസ് ആസ് ഇറ്റ് ഈസ് കട്ട് ഫ്രം ദ വർക്ക്. ഓക്കെ, എന്താ പറയുന്നത്? ഫ്ലൂട്ട് സർഫസുകൾ നിങ്ങൾ കണ്ടു. ഇതെല്ലാം എന്താണ്? ഫ്ലൂട്ട് സർഫസുകളാണ്. ഇതാണ് ഫ്ലൂട്ട് സർഫസ്, ഇതല്ലേ? ഇതൊക്കെ എന്താണ്? ഫ്ലൂട്ട് സർഫസ് ആണ്. പക്ഷേ ഏത് ഫ്ലൂട്ട് സർഫസ് അവിടെ പറയുന്നത്? ഫ്ലൂട്ട് സർഫസ് അഡ്ജസെന്റ് ടു ദ ലിപ്പ്. ലിപ്പിന് തൊട്ടടുത്ത് കിടക്കുന്ന ഫ്ലൂട്ട് സർഫസ്. ലിപ്പിന് തൊട്ടടുത്ത് കിടക്കുന്ന ഫ്ലൂട്ട് സർഫസ്. എന്നാൽ അത് പോയിന്റിന്റെ ഏരിയ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. പോയിന്റിലുള്ള കിടക്കുന്ന ആ പോർഷനെ പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അവിടേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന സർഫസിനെ നമ്മൾ വിളിക്കുന്ന പേരെന്തായിരുന്നു? ഈ കാണുന്ന അവിടെ 2 ഫ്ലാങ്കുകൾ ഉണ്ടായിരിക്കും. ഇവിടെ ഒരു ഫ്ലാങ്ക് ഉണ്ടായിരിക്കും, അതേപോലെ ഈ എൻഡിൽ എന്തുണ്ടാവും? ഫ്ലാങ്ക് ഉണ്ടായിരിക്കും. എന്നാൽ അതിന്റെ മറ്റേ എൻഡിൽ എന്തുണ്ടാവും? ഇതുപോലത്തെ ഒരു സർഫസ് ഇവിടെ ഉണ്ടായിരിക്കും. അതുപോലെ
ഇപ്പുറത്ത് ഇതിൻ്റെ മറ്റേ ഭാഗത്ത് എന്തുണ്ടാവും, ഇതുപോലൊരു ഫേസ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഫേസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ കട്ടിംഗ് ലിപ്പിനെ തൊട്ടടുത്ത് കിടക്കുന്ന ഫ്ലൂട്ട് സർഫസ് ആണ്. പക്ഷെ ആ ഫ്ലൂട്ട് സർഫസിൻ്റെ പ്രത്യേകത എന്താണ്, ആ ഫ്ലൂട്ട് സർഫസിലേക്കാണ് എന്ത് ചെയ്യുന്നത്, നമ്മളിവിടെ കട്ട് ചെയ്യുന്ന മെറ്റീരിയൽ ആദ്യം വന്ന് കയറുന്നത് ഈ ഫ്ലൂട്ട് സർഫസിലെ, സോ ഈ പറയുന്ന ഫേസിലേക്കാണ്. ഓക്കെ, ഈ പറയുന്ന ഈ ഫേസിലേക്കാണ് അത് കയറി ചേരുന്നത്. അപ്പോൾ ഫ്ലൂട്ട് സർഫസിൻ്റെ ഡെഫിനേഷൻ എന്തായിരുന്നു, കട്ടിംഗ് ലിപ്പിനെ തൊട്ടടുത്ത് കിടക്കുന്ന ഫ്ലൂട്ട് സർഫസ്. പക്ഷെ എന്താ കണ്ടീഷൻ, ആ സർഫസിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കട്ടിംഗ് മെറ്റീരിയൽ ആദ്യം നമ്മൾ കട്ട് ചെയ്യുന്ന മെറ്റീരിയൽ ആദ്യം ചെന്നെത്തുന്ന പോർഷൻ, ആ ഏരിയനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഫേസ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ എന്താണ് ഈ കട്ടിംഗ് ലിപ്പിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന പോർഷൻ തന്നെയാണ് ഏത്, ഈ കാണുന്ന ഫ്ലൂട്ട് സർഫസ് എന്താണ് അതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്നതാണ്. പക്ഷെ അവിടെയല്ല എന്ത് ചെയ്യുന്നത്, നമ്മുടെ ചിപ്പ് ആൾറെഡി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗത്തല്ല ചിപ്പ് വരിക. ചിപ്പ് വരുന്നത് എന്തായിരിക്കും, ഈ പറയുന്ന ഫേസ് എന്ന് പറയുന്ന പോർഷനിലേക്കാണ് ചിപ്പ് ആദ്യം കയറുക. അതുവഴി ഇങ്ങനെ എന്ത് ചെയ്യും, ആ ഗ്രൂവ് വഴി പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ കയറി ഇങ്ങനെ ചെല്ലുകയാണ് ചെയ്യുക ഹോളിൻ്റെ പുറത്തേക്ക്. ഓക്കെ, അപ്പോൾ ഫേസും ഫ്ലാങ്കും മാറിപ്പോകരുത്. ഫ്ലാങ്ക് എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത് കിടക്കുന്ന ഡ്രിൽ പോയിന്റിലേക്ക് മാത്രം എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന, ലിപ്പിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന ഒരു സർഫസിനെ വിളിക്കുന്ന പേരാണ്, ആ ഫ്ലൂട്ടിൽ കാണുന്ന ആ സർഫസിനെ വിളിക്കുന്ന പേരാണ് ഫ്ലാങ്ക്. ഫേസ് എന്ന് പറയുമ്പോൾ ഫ്ലൂട്ട് സർഫസ് ആണ്, ലിപ്പിന് തൊട്ടടുത്താണ്. പക്ഷെ ആ ഫ്ലൂട്ട് സർഫസിലേക്കാണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ ചിപ്പ് ആദ്യം എന്ത് ചെയ്യുന്നത്, കയറുന്ന ഭാഗം എന്ന് പറയുന്നത്. ഓക്കെ, ഇമ്പിൻ ചെയ്യുന്ന ഭാഗം. ഓക്കെ, അതാണ് ഫേസ്. ദെൻ നെക്സ്റ്റ് എന്താണ്, ലിപ്പ് അല്ലെങ്കിൽ കട്ടിംഗ് എഡ്ജ്. അപ്പോൾ നമ്മൾ കണ്ടു, ഇതാണ് നമ്മുടെ ലിപ്പ് അല്ലെങ്കിൽ കട്ടിംഗ് എഡ്ജ്, നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇതെങ്ങനെയാണ് ഇവിടെ ഫോം ചെയ്യുന്നത്, ഇവിടെ ലിപ്പ് അല്ലെങ്കിൽ കട്ടിംഗ് എഡ്ജ് ഉണ്ടാവാൻ കാരണം എന്താണ്, ഇവിടെ നമുക്കിപ്പോൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്നെന്താ, ഫ്ലാങ്ക്, ഈ ഫ്ലാങ്കും അതേപോലെ കറസ്പോണ്ടിങ് ഇതിൻ്റെ അപ്പുറത്ത് നിന്നുണ്ടാവും ഒരു ഫേസും ഉണ്ട്. ഫേസും ഫ്ലാങ്കും ഇന്റർസെക്ട് ചെയ്ത് കിടക്കുന്ന ആ എഡ്ജിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ലിപ്പ് അല്ലെങ്കിൽ കട്ടിംഗ് എഡ്ജ്. ഇപ്പൊ ഇവിടെ ഒരു ഫേസ് ഉണ്ട്, ഈ ഫേസിന് തൊട്ട് ഇപ്പുറത്ത് ഇതേപോലെ നമുക്കൊരു ഫ്ലാങ്ക് ഉണ്ട്. അപ്പൊ ആ ഫ്ലാങ്കും ഈ കാണുന്ന ഫേസും ഇന്റർസെക്ട് ചെയ്ത് കിടക്കുന്ന എഡ്ജ് ഇതാണ്. ഈ എഡ്ജിനെ വിളിക്കുന്ന പേരാണത് ലിപ്പ്. ഓക്കെ, ലിപ്പ്. അപ്പോൾ ഫേസും ഫ്ലാങ്കും ഇന്റർസെക്ട് ചെയ്ത് കിടക്കുന്ന ആ എഡ്ജിനെ വിളിക്കുന്ന പേരാണ് എന്താണ്, ലിപ്പ്. സോ ദ എഡ്ജ് ഫോംഡ് ബൈ ദി ഇന്റർസെക്ഷൻ ഓഫ് ഫ്ലാങ്ക് ആൻഡ് ഫേസ്, അതാണ് ലിപ്പ് അല്ലെങ്കിൽ കട്ടിംഗ് എഡ്ജ്. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഗ്രൈൻഡ് ചെയ്യുന്നത്. കട്ടിംഗ് എഡ്ജ് ഗ്രൈൻഡിന്റെയും ഫേസ് ഗ്രൈൻഡിന്റെയും ഫ്ലാങ്ക് ഗ്രൈൻഡിന്റെയും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ എന്താണ്, വെബ്. The central portion of the drill which separates the flutes and runs through the entire length of drill. ഇവിടെ നോക്കുക, നിങ്ങളുടെ ഈ ഒരു ഫിഗർ നോക്കാം. ഈ ഒരു ഫിഗറിൽ ഇവിടെ ഇങ്ങനെ ഒരു എഡ്ജ് നിങ്ങൾക്ക് കാണാം. ഇങ്ങനെ ഇതുപോലെ ഒരു എഡ്ജ് ഇവിടെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ എഡ്ജിന്റെ പ്രത്യേകത നോക്കിക്കേ, സെൻട്രൽ പോർഷനിൽ ഇങ്ങനെ ഒരു എഡ്ജ് ഇങ്ങനെ കാണാം, ചെറിയൊരു തിക്നെസ്സുള്ള ചെറിയ തിക്നെസ്സിലുള്ള ഒരു എഡ്ജ് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ സെൻട്രൽ പോർഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഈ സെൻട്രൽ പോർഷനിൽ ഇങ്ങനെ കാണുന്ന ഈ ഒരു എഡ്ജ്, ഓക്കെ, ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, വെബ്. ഇവിടെ കാണാം, കണ്ടോ, ഇത് കറക്റ്റായിട്ട് ഇവിടെ ഇങ്ങനെ വന്നിട്ട് എന്ത് ചെയ്തിട്ടില്ല, ഒരു ഷാർപ്പ് പോയിന്റ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. പകരം ഇവിടെ ചെറിയൊരു തിക്നെസ്സിൽ ഇങ്ങനെ മെറ്റീരിയൽ കിടക്കുകയാണ്, നിങ്ങൾക്ക് കാണാം. സോ ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്, വെബ് എന്ന് വിളിക്കുന്നത്. വെബ് പ്രൊവൈഡ് ചെയ്ത് എന്തിനു വേണ്ടിയിട്ടാണ്, ഇത് നമ്മുടെ ഡ്രില്ലിന്റെ സെന്റർ പോർഷനിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ വെബ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അത് എന്താ ചെയ്യുന്നത്, രണ്ട് ഫ്ലൂട്ടുകൾ, ഇവിടെ ഒരു ഫ്ലൂട്ട് വരുന്നുണ്ട് അല്ലെ, രണ്ട് ഫ്ലൂട്ട്, ഒരു ഗ്രൂവ് ഇങ്ങനെ വരുന്നുണ്ട്, അതുപോലെ മറ്റൊരു ഗ്രൂവ് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലൂടെ വരുന്നുണ്ട്. ഈ രണ്ട് ഗ്രൂവിനെയും സെപ്പറേറ്റ് ചെയ്ത് നിർത്തുന്ന സെൻട്രൽ പോർഷനിലുള്ള ആളെ വിളിക്കുന്ന പേരാണെന്ത്, വെബ് എന്ന് പറയുന്നത്. ഈ വെബിന്റെ മറ്റൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഇത് ഇവിടെ മാത്രമല്ലാതെ നിൽക്കുക, ഈ വെബ് ത്രൂ ഔട്ട് ദ ഡ്രില്ല് എന്ത് ചെയ്യും, അത് എക്സ്റ്റെൻഡ് ചെയ്യും. അത് ഇവിടെ മുതൽ എന്ത് ചെയ്യും, ഈ ഡ്രില്ലിന്റെ ഇതുവരെ എന്ത് ചെയ്യും, അതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കും കേട്ടോ. അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ചെറിയൊരു ഗ്യാപ്പേ ഉള്ളൂ എന്ന് വിചാരിക്കുക, താഴെ ഭാഗത്ത്, അത് ഈ എക്സ്ട്രീം പോയിന്റിൽ, ഡ്രിൽ പോയിന്റിൽ ഇത്രയേ ഉള്ളൂ അതിന്റെ തിക്നെസ് എങ്കിൽ, ബോഡീന്റെ ഫുൾ ലെങ്ത് എത്തുമ്പോഴേക്കും അതിന്റെ തിക്നെസ് എന്ത് ചെയ്യും, അത് കുറച്ച്
എന്ത് ചെയ്യും, കൂടിയിട്ടുണ്ടായിരിക്കും കേട്ടോ. ഇത്രയൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഇതിനെക്കാട്ടും ഇവിടെ എന്തായിരിക്കും, ഈ എൻഡിലെത്തുമ്പോഴേക്കും അതിന്റെ തിക്നെസ് എന്ത് ചെയ്തിട്ടുണ്ടാവും, കൂടിയിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ വെബ് പ്രൊവൈഡ് ചെയ്യുന്നത്? വെബ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഡ്രില്ലിന്റെ സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ വെബ് നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ടിച്ച് ഡ്രില്ലിന്റെ വെബ് എന്ന് പറയുന്ന പോർഷനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് വൺ എന്താണ്, പോയിന്റ്. പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ദി ഷാർപ്പൻഡ് പോർഷൻ ഓഫ് ദ ഡ്രില്ല് കൺസിസ്റ്റിംഗ് ഓഫ് ലിപ്സ്, ഫേസസ്, ഫ്ലാങ്സ് ആൻഡ് ചിസൽ എഡ്ജ്. നമ്മൾ പറഞ്ഞു, നമ്മൾ ഷാർപ്പൻ ചെയ്യുന്ന ഏരിയ അല്ലെങ്കിൽ ഗ്രൈൻഡ് ചെയ്യുന്ന ഏരിയയാണ് എന്ത്, ഡ്രിൽ പോയിന്റ് എന്ന് പറയുന്നത്. ഇവിടെ കാണാം, ഈ പോയിന്റിൽ ആരൊക്കെ ഉണ്ട്, ഫേസ് ഉണ്ട്, ഫ്ലാങ്ക് ഉണ്ട്, കട്ടിങ് എഡ്ജസ് ഉണ്ട് അല്ലേ. ആ ഏരിയയാണ് നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ചിസൽ എഡ്ജ് ഉണ്ട്. ചിസൽ എഡ്ജ് എന്താണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാം, പറഞ്ഞു തരാം. ചിസൽ എഡ്ജ് എന്ന് പറയുന്നത് ദ എഡ്ജ് ഫോംഡ് ബൈ ദ ഇന്റർസെക്ഷൻ ഓഫ് ദി ഫ്ലാങ്സ്. രണ്ട് ഫ്ലാങ്സുകൾ തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഫോം ചെയ്യപ്പെടുന്ന ആളാണ് എന്ത്, ചിസൽ എഡ്ജ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു ഫ്ലാങ്ക് ഉണ്ട് അല്ലേ, അതുപോലെ ഈ ഭാഗത്തും എന്തുണ്ട്, ഫ്ലാങ്ക് ഉണ്ട്. ഈ രണ്ട് ഫ്ലാങ്കുകളും ഇന്റർസെക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യും, ഈ രണ്ട് ഭാഗത്ത് എന്ത് ചെയ്യും, ചിസൽ എഡ്ജ് എന്ത് ചെയ്യും, ഫോം ചെയ്യും. ഒരു എഡ്ജ് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ചിസൽ എഡ്ജ്. അതായത് ഇവിടെ കാണാം, ഇയാളെ വിളിക്കുന്ന പേരാണ്, ഈ എഡ്ജിനെ വിളിക്കുന്ന പേരാണെന്ത്, ചിസൽ എഡ്ജ്. ഓക്കെ, അപ്പൊ ഇതും ഒരു ഫ്ലാങ്ക് ആണ്, ഈ സൈഡും എന്താണ്, ഫ്ലാങ്ക് ആണ്. കാരണം അതാണ് നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുക. ഫേസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇവിടെ നോക്കുമ്പോൾ കാണില്ല. അപ്പൊ ഈ ഫ്ലാങ്കും തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു എഡ്ജ് ഫോം ചെയ്യുന്നുണ്ട്. ആ എഡ്ജിനെ വിളിക്കുന്ന പേരാണെന്ത്, ചിസൽ എഡ്ജ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ചിസൽ എഡ്ജും കൂടി എന്തുണ്ട്, നമ്മുടെ ഈ പോയിന്റ് എന്ന് പറയുന്ന പോർഷനിലാണ് ചിസൽ എഡ്ജും കൂടി നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് എന്താണ്, നമുക്ക് വേരിയസ് ആംഗിൾസ് ആണ്. ഇതുവരെ പറഞ്ഞത് കംപ്ലീറ്റ് എന്താണ്, ഇവിടുത്തെ ഡ്രില്ലിന്റെ മെയിൻ പാർട്സുകളാണ് പറഞ്ഞിട്ടുള്ളത് ടിച്ച് ഡ്രില്ലിന്റെ. ഇനി പറയുന്നത് എന്താണ്, ടിച്ച് ഡ്രില്ലിന്റെ എന്താണ്, വേരിയസ് ആംഗിൾസ് ആണ്. 4 പ്രധാനപ്പെട്ട ആംഗിളുകളാണുള്ളത്. ഒന്ന് എന്താണ്, ചിസൽ എഡ്ജ് ആംഗിൾ, ദ ഇൻക്ലൂഡഡ് ആംഗിൾ ബിറ്റ്വീൻ ചിസൽ എഡ്ജ് ആൻഡ് ദ കട്ടിംഗ് ലിപ്പ്. നിങ്ങൾക്ക് ഇവിടെ നോക്കാം, അത് നമുക്ക് ഇതാണ് നമ്മുടെ ചിസൽ എഡ്ജ്. ഈ ചിസൽ എഡ്ജ്, ഈ ആംഗിളും കട്ടിംഗ് ലിപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന ഇതാണ് കട്ടിംഗ് ലിപ്പ്. അതായത് ഈ പറയുന്ന പോർഷൻ അല്ലേ, ഇവിടെ കട്ടിംഗ് ലിപ്പ് എന്ന് പറയുന്നത് ഇതാണ്. ഈ കട്ടിംഗ് ലിപ്പും ചിസൽ എഡ്ജും തമ്മിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഈ ആംഗിൾ ആണെന്ത്, ചിസൽ എഡ്ജ് ആംഗിൾ എന്ന് പറയുന്നത്. അത് നോർമലി ഒരു 55 ഡിഗ്രിയാണ്, ജനറൽ പർപ്പസിലൊക്കെ 55 ഡിഗ്രിയാണ് ഉണ്ടാവുക. നെക്സ്റ്റ് വൺ എന്താണ്, ലിപ്പ് റിലീഫ് ആംഗിൾ, ദ ആംഗിൾ ഫോംഡ് ബൈ ദി ഫ്ലാങ്ക് ആൻഡ് എ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു ദ ഡ്രിൽ ആക്സിസ്. ഓക്കെ, ഫ്ലാങ്കും പിന്നെ ഒരു പ്ലെയിൻ. ആ പ്ലെയിനിന്റെ പ്രത്യേകത എന്താണ്, ഡ്രിൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ പ്ലെയിന് വരുന്നത്. അപ്പൊ ഡ്രിൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് പ്ലെയിൻ വരുമ്പോൾ ഇങ്ങനെ കിടക്കും. ഫ്ലാങ്ക് എന്ന് പറയുമ്പോൾ ഈ ഭാഗം. അപ്പൊ ഈ ഫ്ലാങ്കും ഈ കാണുന്ന ഈ ഒരു ആംഗിൾ അല്ലെ, ഫ്ലാങ്കും ഡ്രിൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന പ്ലെയിനും തമ്മിൽ ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ ആണെന്ത്, ലിപ്പ് ആംഗിൾ, അല്ലെങ്കിൽ ലിപ്പ് ക്ലിയറൻസ് ആംഗിൾ. അത് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ലിപ്പ് ക്ലിയറൻസ് ആംഗിൾ. ഇപ്പൊ ഇവിടെ കാണാം, ഇതെന്താണ്, നമ്മുടെ ഫ്ലാങ്ക് ആണ്. അപ്പൊ ഫ്ലാങ്കിന്റെ ഈ ഒരു ഭാഗം ഇതിന് പെർപെൻഡിക്കുലർ, പെർപെൻഡിക്കുലർ ആകുമ്പോൾ ഇങ്ങനെ ഒരു ലൈൻ അല്ലെ. അപ്പൊ ഇത് തമ്മിൽ ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ ആണെന്ത്, ലിപ്പ് ക്ലിയറൻസ് ആംഗിൾ. നിങ്ങൾക്ക് ഈ ഒരു ഫിഗർ വേണമെന്നില്ല, ഇത് നേരിട്ട് എന്ത് ചെയ്യാം, ഇതിൽ തന്നെ അടയാളപ്പെടുത്താൻ പറ്റും. അല്ലെങ്കിൽ വേണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം, അടയാളപ്പെടുത്താൻ കഴിയും. ആ രീതിയിൽ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിൽ ഞാൻ പറയുമ്പോൾ ഈ ഒരു വ്യൂ നിങ്ങൾക്ക് വേണമെന്നില്ല, ഈ 2 വ്യൂവിൽ എന്ത് ചെയ്യുക, ബാക്കിയുള്ള കാര്യങ്ങളും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, അടയാളപ്പെടുത്തണം. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുക, ഇതിൽ ഒരു വ്യൂ എടുക്കുക, അതിൽ പറയുന്ന ഈ കാരണം എല്ലാ കാര്യങ്ങളും അടയാളപ്പെടുത്തുക. പിന്നെ ഇതിൽ കാണുന്ന ഈ ബാക്കിയുള്ള 2 കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ അടയാളപ്പെടുത്തുക. ദെൻ നെക്സ്റ്റ് എന്താ പറയുന്നത്, ലിപ്പ് റിലീഫ് ആംഗിൾ കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന ആംഗിൾ ആണ് ഹെലിക്സ് ഓർ റൈക്ക് ആംഗിൾ. സോ ദ ആംഗിൾ ബിറ്റ്വീൻ ദി ഡ്രിൽ ആക്സിസ് ആൻഡ് ദി ലീഡിംഗ് എഡ്ജ് ഓഫ് ദ ലാൻഡ്. ഡ്രിൽ ആക്സിസും ലാൻഡിന്റെ ലീഡിംഗ് എഡ്ജും തമ്മിലുള്ള ആംഗിൾ ആണെന്ത്, റൈക്ക് ആംഗിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹെലിക്സ് ആംഗിൾ എന്ന് പറയുന്നത്. കാരണം ഹെലിക്കൽ ഗ്രൂവ് ആണ് ഉണ്ടാകുന്നത്, അതുകൊണ്ടാണ് ഹെലിക്സ് ആംഗിൾ എന്ന് പറയുന്നത്. ഞാൻ ഹെലിക്സ് ആണ് നമ്മൾ ഇവിടെ കട്ട് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇതാണ് നമ്മുടെ ഡ്രില്ലിന്റെ ലീഡിംഗ് എഡ്ജ്, ലാൻഡ് എന്ന് പറയുന്ന ഭാഗമാണിത്. അപ്പൊ ഈ ലാൻഡിന് 2 ഭാഗമുണ്ട്. ലാൻഡിന് എന്തുണ്ട്,
ലാൻഡിൽ തന്നെ 2 എഡ്ജ് ഉണ്ട്. ഡ്രില്ലിന്റെ ലീഡിങ് എഡ്ജിലാണ് ലാൻഡ് വരുന്നത്. പക്ഷെ ലാൻഡിൽ തന്നെ കാണാം നിങ്ങൾക്ക് 2 എഡ്ജ്. ഒരു എഡ്ജ് എന്ത് ചെയ്യാം, സോറി, ഇവിടെ ഒരു എഡ്ജ് ഉണ്ട്, ഇവിടെ ഒരു എഡ്ജ് ഉണ്ട്. അപ്പൊ ഇതിന്റെ ലീഡിങ് എഡ്ജ് എന്ന് പറയുമ്പോൾ ഈ ഭാഗം, ഈ ഒരു ഭാഗത്തെയാണ് ലീഡിങ് എഡ്ജ് ആയിട്ട് എടുക്കുന്നത്. കാരണം അതാവും ആദ്യം ഇത് കോൺടാക്ട് വരുന്നത്. നിങ്ങൾ നോക്കുക, ഈ നമ്മുടെ വർക്ക് പീസുമായിട്ട് ആദ്യം കോൺടാക്ട് ചെയ്യുന്ന എഡ്ജ് എന്ന് പറയുന്നത് ഇതാവും. ഡ്രിൽ ചെയ്യുന്ന സമയത്ത് അത് ഏത് റൊട്ടേഷൻ ആണ് അതിനനുസരിച്ചിരിക്കും കേട്ടോ. അപ്പൊ ഇവിടെ ലീഡിങ് എഡ്ജ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഈ ലീഡിങ് എഡ്ജും ലാൻഡിന്റെ ലീഡിങ് എഡ്ജും, ലാൻഡ് എന്ന് പറയുന്നത് ഈ പോർഷൻ ആണല്ലോ, ഇത് ലാൻഡ് ആയിട്ട് എടുക്കാൻ പറ്റില്ലല്ലോ, ഈ കാണുന്നതാണല്ലോ ലാൻഡിന്റെ ലീഡിങ് എഡ്ജ്. അപ്പൊ ഇവിടെ ലീഡിങ് എഡ്ജ് ആയിട്ട് എടുത്തിട്ട് ഇതാണ് ഈ എഡ്ജും ഡ്രില്ലിന്റെ ഈ ആക്സിസും അവ തമ്മിലുള്ള ആംഗിൾ ആണ് എന്ത്, റൈറ്റ് ആംഗിൾ അല്ലെങ്കിൽ ഹെലിക്സ് ആംഗിൾ എന്ന് വിളിക്കും. ഹെലിക്സ് ആംഗിൾ അറ്റ് പെരിഫറി. അതിപ്പോൾ അടയാളപ്പെടുത്താൻ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൽ കൊണ്ടുപോയി അടയാളപ്പെടുത്തുന്ന നിർബന്ധമല്ല. ബിക്കോസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഈ ഒരു ഫിഗറിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഹെലിക്സ് ആംഗിൾ എന്ത് ചെയ്യാൻ പറ്റും, അടയാളപ്പെടുത്താൻ കഴിയും. ഇവിടെ ലീഡിങ് എഡ്ജ് കൊടുത്ത് കണ്ടോ, ഇവിടെ ഈ ഭാഗമാണ് ലീഡിങ് എഡ്ജ് ആയിട്ട് എടുത്തുള്ളത്. അത് നമ്മൾ പറഞ്ഞു, ഈ റൊട്ടേഷൻ അനുസരിച്ച് എന്ത് ചെയ്യാം, ലീഡിങ് എഡ്ജ് മാറി വരാൻ കേട്ടോ, ഏത് രീതിയിലാണെന്നുള്ളത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ ലാൻഡിന്റെ എക്സ്ട്രീം എടുക്കുക, എപ്പോഴും എക്സ്ട്രീം എടുക്കുന്നതാണ് ബെറ്റർ. ഇതിന്റെ എക്സ്ട്രീം ആണ് ലാൻഡിന്റെ എഡ്ജ്, എക്സ്ട്രീം എഡ്ജ് എന്ന് പറയുന്നത് ഇതാണ്. അതും ഈ ആക്സിസ് തമ്മിലുള്ള ആംഗിൾ ആണ് എന്ത്, ഹെലിക്സ് ആംഗിൾ. പറയുമ്പോൾ ഡെഫിനേഷൻ പറയുമ്പോൾ എന്ത് ചെയ്യണം, ലീഡിങ് എഡ്ജ് ഓഫ് ദ ലാൻഡ് എന്ന് പറയണം. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്, പോയിന്റ് ആംഗിൾ. പോയിന്റ് ആംഗിൾ എന്ന് പറയുമ്പോൾ ദ ആംഗിൾ ഫോംഡ് ബൈ ദി കട്ടിംഗ് എഡ്ജസ് അറ്റ് ദി പോയിന്റ്. ഫോർ ജനറൽ പർപ്പസസ് ഡ്രില്ലിംഗ് ദ പോയിന്റ് ആംഗിൾ ഈസ് 118 ഡിഗ്രി. പോയിന്റ് ആംഗിൾ ഈസ് 118 ഡിഗ്രി. നിങ്ങൾ നോക്കുക, ഇവിടെ പോയിന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ, ഒരു ചെറിയൊരു പോയിന്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കാണാം. ഷാർപ്പ് പോയിന്റ് അല്ല, ഇവിടെ ഒരു എഡ്ജ് ഉണ്ടാവും, അതിന് നമ്മൾ വെബ് എന്ന് വിളിക്കും. അവിടെ ഒരു ചിസൽ എഡ്ജ് ഫോം ചെയ്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അപ്പൊ ഈ ഇവിടെ നോക്കിക്കേ, ഇവിടെ 2 കട്ടിംഗ് ലിപ്പുകളും ഇവിടെ ഒരു പോയിന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ കട്ടിംഗ് ലിപ്പുകളുടെ ഇടയിലുള്ള ഇൻക്ലൂഡഡ് ആംഗിൾ ആണ് എന്ത്, പോയിന്റ് ആംഗിൾ എന്ന് പറയുന്നത്. അത് നോർമലി 118 ഡിഗ്രി ആണ്. എന്ത് ചെയ്യുക, 118 ഡിഗ്രി. ജനറൽ പർപ്പസ് ഡ്രില്ലിങ്ങിന് നമ്മൾ 118 ഡിഗ്രിയാണ് എന്ത് ചെയ്യുക, ആ ആംഗിൾ ഉണ്ടായിരിക്കുക. നോർമലി ഓൾമോസ്റ്റ് കുറേ PSC ക്വസ്റ്റ്യൻസിന് ചോദിച്ചിട്ടുള്ളതാണ്. ജനറൽ പർപ്പസ് ഡ്രില്ലിങ്ങിന് ഉപയോഗിക്കുന്ന ഡ്രിൽ പോയിന്റിന്റെ ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്, 118 ഡിഗ്രിയാണ്. അത് നിങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ. അപ്പോൾ അതാണ് പോയിന്റ് ആംഗിൾ. ദിസ് ദ ആംഗിൾ ഫോംഡ് ബൈ ദി കട്ടിംഗ് എഡ്ജസ് ആണ്. ഏതാ കട്ടിംഗ് എഡ്ജസ്, നമ്മളെ ഇതാണ് കട്ടിംഗ് എഡ്ജസ്. പോയിന്റിൽ കട്ടിംഗ് എഡ്ജസ് ഫോം ചെയ്യുന്ന ആ ആംഗിൾ ആണ് എന്ത്, പോയിന്റ് ആംഗിൾ. അത്രയേ ഉള്ളൂ, 118 ഡിഗ്രി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാം, കൃത്യമായി പഠിച്ചിരിക്കണം. അപ്പോൾ ഫിഗർ വരയ്ക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഒരു ഫിഗർ വരയ്ക്കുക, ഇതിലേതെങ്കിലും ഒരു ഫിഗർ വരയ്ക്കുക, ഇതിലുള്ള എല്ലാ കാര്യങ്ങളും ആ ഫിഗറിൽ അടയാളപ്പെടുത്തുക. പിന്നെ ഈ ഒരു ഫിഗർ വേണമെന്നില്ല, അത് ഒഴിവാക്കുക. ഇതിൽ പറഞ്ഞ ലിപ്പ് ക്ലിയറൻസ് ആംഗിൾ ഇവിടെ അടയാളപ്പെടുത്താൻ നോക്കുക. പിന്നെന്താണ്, ചിസൽ എഡ്ജ് കോർണർ, അത് നമുക്ക് വേണമെന്ന് നിർബന്ധമില്ല. അതുപോലെ ചിസൽ എഡ്ജ് ആംഗിൾ വേണം. ഡെപ്ത് ഓഫ് ക്ലിയറൻസ് വേണമെന്ന് നിർബന്ധമല്ല, ബട്ട് ബോഡി ക്ലിയറൻസ് ഡയമീറ്റർ നിങ്ങൾ അടയാളപ്പെടുത്തണം. ലാൻഡ് നമ്മൾ അവിടെ ആൾറെഡി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ വെബ് ഓർ കോർ തിക്നെസ് അത് ഇവിടെയാണ് കൊടുക്കുക. ഹീല് നമ്മൾ അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പോയിന്റ്, ഫ്ലാങ്ക്, ഫേസ്, ഡയമീറ്റർ, ഔട്ടർ കോർണർ. ഓക്കെ, അത്രയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അടയാളപ്പെടുത്തുക. ഇതിലിപ്പോൾ വേണ്ടാത്തത് നിങ്ങൾ ഈ പറയുന്ന ഈ ഫിഗർ ഒഴിവാക്കുക. അതിന് പകരം ഈ പറയുന്ന കാര്യം കൂടി എന്ത് ചെയ്യുക, ഇതിൽ അടയാളപ്പെടുത്തുക. അതിപ്പോൾ ലിപ്പ് ക്ലിയറൻസ് ആംഗിൾ നമുക്ക് ഇതിൽ അടയാളപ്പെടുത്താം. റൈറ്റ് ആംഗിൾ നമ്മൾ മറ്റൊടുത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ചിസൽ എഡ്ജ് കോർണർ വേണ്ട. അതുപോലെ ആര് വേണ്ട, ഡെപ്ത് ഓഫ് ബോഡി ക്ലിയറൻസ് വേണ്ട. ഓക്കെ, അതൊക്കെ ഒഴിവാക്കിക്കോളൂ, അതൊന്നും നിർബന്ധമില്ല. അല്ല, അടയാളപ്പെടുത്താൻ കഴിയുന്നവൻ എന്തെങ്കിലും അടയാളപ്പെടുത്തിക്കോളൂ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് വേണമെങ്കിൽ ഒഴിവാക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് ഇവിടെ നമ്മൾ പ്രതിപാദിച്ചിട്ടുള്ള 1 മുതൽ 13 വരെയുള്ള കംപ്ലീറ്റ് പാർട്ടുകളും അതിൽ കാണണം. കൂടാതെ ഈ 14, 15, 16, 17 ഈ പറയുന്ന ആംഗിളുകളും കൂടി എന്ത് ചെയ്യണം, അതിൽ കാണിക്കണം. അത്രയേ ഉള്ളൂ. അത്രയും കാര്യങ്ങൾ വരണം. അതിൽ കൂടുതൽ കാര്യങ്ങൾ വരണമെന്ന് നിർബന്ധമല്ല. അതെന്തിനു വേണ്ടിയിട്ടാണ്, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിന് വേണ്ടി മാത്രമാണ് കേട്ടോ. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചൊക്കെ ചെയ്യാൻ കഴിയുന്ന ആൾക്കാർ ചെയ്തോളൂ, കുഴപ്പമില്ല. ചെയ്യണം തന്നെയാണ് നമ്മൾ പറയുന്നത്. പക്ഷേ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ അത്രയും കാര്യങ്ങളെങ്കിലും എന്ത് ചെയ്യണം, ഉൾപ്പെടുത്തണം. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഈ 2 ഫിഗർ മതി, ഈ ഫിഗർ വേണം. ഓക്കെ, ഈ ഫിഗർ വേണ്ട. അതുപോലെ ഇവിടെ എന്ത് ചെയ്യണ്ട, ഇതിലേതെങ്കിലും ഒരു ഫിഗർ എടുക്കുക, അതിൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൂടി അടയാളപ്പെടുത്തുക. അതിന് പറ്റും, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇന്നലത്തെ വീഡിയോ ആണ്, ഇന്നാണ് ഇപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയും എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ കൂടെ തന്നെ വരും. ഓക്കെ,
അപ്പോൾ താങ്ക് യു. നോട്ടുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യുക. നോട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ.